Thank you, Jalil sir. Thank you, Jalil sir and Vijay sir. നമ്മുടെ OLAX പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ് ഗിവിംഗ് മീ എ ഓപ്പർച്യൂണിറ്റി. സർ, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ ടോപ്പിക് നമ്മുടെ സാർ പറഞ്ഞ പോലെ ഒലാക്സ് സീരീസിന്റെ 7th ക്ലാസ് ആണ്. കാണുന്നുണ്ടോ? ക്ലിയർ ക്ലിയർ, ഓഡിബിൾ അല്ലേ? ഓക്കെ. സോ കഴിഞ്ഞ തവണ ഡോക്ടർ ബിനിലായിരുന്നു ടോപ്പിക് എടുത്തിരുന്നത്, നമ്മുടെ ഒലാക്സ് 6 പ്രോഗ്രാം. അപ്പൊ അത് കാർഡിയോ പൾമിനറി റീസസിറ്റേഷൻ ആയിരുന്നു. അതൊരു ടോട്ടലി പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ. ഇന്നത്തെ ടോപ്പിക് വാസോപ്രസേഴ്സ് ആൻഡ് ഐനോട്രോപിക് ഏജന്റ്സ് ആണ്. അത് ആക്ച്വലി ഒരു ടോട്ടലി ഒരു തിയററ്റിക്കൽ ടോപ്പിക് ആണ്. ആൻഡ് കുറച്ച് ബോറിങ്ങും ആണ്, കുറച്ച് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡും ആണ് ഫ്രം സൈഡ് ഓഫ് OT ടെക്നീഷ്യൻസിന്റെ. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ബേസിക്സ് ഒക്കെ പറഞ്ഞിട്ട് we will move on to the drugs. So our topic vasopressors and inotropic agents. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വാസോപ്രസേഴ്സ് ആൻഡ് ഐനോട്രോപിക് ഏജന്റ്സിന്റെ റിസപ്റ്റർ ഫിസിയോളജി. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫിസിയോളജി. ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ ഈ ടോപ്പിക്ക് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന്റെ റിസപ്റ്റർ ഫിസിയോളജി, വാസോപ്രസേഴ്സ് ആൻഡ് ഐനോട്രോപിക് ഏജന്റ്സിന്റെ. പിന്നെ നമ്മൾ അതിന്റെ ക്ലിനിക്കൽ അപ്ലിക്കേഷൻസ്, നമ്മൾ എന്തിനൊക്കെയാണ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് യൂസിങ് ഓൾ ദീസ് ഐനോട്രോപ്സ് ആൻഡ് വാസോപ്രസേഴ്സ്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ക്ലിനിക്കൽ പ്രാക്ടീസിൽ എന്തൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ അറിയാൻ, അതായിരിക്കും നമ്മുടെ ടോപ്പിക്. അപ്പോ വാസോപ്രസേഴ്സ് ആൻഡ് ഐനോട്രോപ്സ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. മെയിൻലി ICUസിലും ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിലും ക്രിട്ടിക്കൽ കെയറിലൊക്കെയാണ് നമ്മൾ ഈ ഡ്രഗ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പം മെയിൻലി വാസോപ്രസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഏതൊക്കെയാണ്? അഡ്രിനാലിൻ, എല്ലാവർക്കും അറിയുന്ന ഡ്രഗാണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, പിന്നെ ഡോപ്പമിൻ, പിന്നെ ഫിനൈലെഫ്രിൻ, വാസോപ്രസിൻ. അപ്പൊ ഇതൊക്കെയാണ് വാസോപ്രസേഴ്സ്. എന്താ ഐനോട്രോപ്സ്? ഏതൊക്കെയാണ് ഐനോട്രോപ്സും? നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്, ഡോബുട്ടമീൻ, മിൽറിനോൺ. അപ്പൊ ഇതൊക്കെയാണ് ഐനോട്രോപിക് ഏജന്റ്സ്. ഈ ഡോപ്പമിന് 2 ആക്ഷനും ഉണ്ട്, അതായത് വാസോപ്രസർ ആക്ഷനും ഉണ്ട്, ഐനോട്രോപിക് ആക്ഷൻസും ഉണ്ട്. സോ ഇതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഡ്രഗ്സ്. അപ്പം കമ്മിങ് ടു ദ ടോപ്പിക്. സോ വാട്ട് ആർ വാസോപ്രസേഴ്സ്? സോ വാസോപ്രസേഴ്സ് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. വാസോപ്രസേഴ്സ് ആർ ഡ്രഗ്സ് വിച്ച് ഇൻഡ്യൂസ് വാസോ കൺസ്ട്രിക്ഷൻ, അതായത് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യാം. അപ്പൊ അതുവഴി സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂടുകയും, അതുപോലെ മീൻ ആർട്ടീരിയൽ പ്രഷർ എന്താണ്? മീൻ ആർട്ടീരിയൽ പ്രഷർ ഈസ് ഡയസ്റ്റോളിക് പ്രഷർ പ്ലസ് 1/3 ഓഫ് സിസ്റ്റോളിക് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് പ്രഷർ, അതായത് ഡയസ്റ്റോളിക് പ്രഷർ പ്ലസ് 1/3 ഓഫ് പൾസ് പ്രഷർ. അതാണ് മീൻ ആർട്ടീരിയൽ പ്രഷർ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ OTയിലെ മോണിറ്ററിൽ സിസ്റ്റോളിക് BP ഡയസ്റ്റോളിക് BP കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്രാക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ടാവും. അതാണ് മീൻ ആർട്ടീരിയൽ പ്രഷർ. സോ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്നത് മീൻ ആർട്ടീരിയൽ പ്രഷർ ആണ്, എസ്പെഷ്യലി വെൻ യു യൂസ് വാസോപ്രസർ ആൻഡ് ഐനോട്രോപിക് ഏജന്റ്സ്. അപ്പോ അതാണ് വാസോപ്രസേഴ്സ്. സോ എന്താണ് ഐനോട്രോപ്സ്? സോ ഐനോട്രോപ്സ് ആർ ഡ്രഗ്സ് വിച്ച് ഇൻക്രീസസ് ദ കാർഡിയാക് കൺട്രാക്ടിവിറ്റി. ഹാർട്ടിന്റെ കൺട്രാക്ഷൻ കൂട്ടിയിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടുന്ന ഡ്രഗ്സ് ആണ് ഐനോട്രോപിക് ഏജന്റ്സ്. ആൻഡ് മെനി ഡ്രഗ്സ്, നേരത്തെ പറഞ്ഞ പോലെ മെനി ഡ്രഗ്സ് ഹാവ് ബോത്ത് വാസോപ്രസർ ആൻഡ് ഐനോട്രോപിക് എഫക്ട്സ്. ഈ 2 എഫക്ട്സും ഉള്ള ഡ്രഗ്സ് ഉണ്ട്. എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിൻ ഈസ് എ ഡ്രഗ് വിച്ച് ഹാസ് ഗോട്ട് ബോത്ത് വാസോപ്രസർ ആൻഡ് ഐനോട്രോപിക് എഫക്ട്സ്. ഈ വാസോപ്രസേഴ്സ് എന്തിനാണ് ആക്ച്വലി നമ്മൾ ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്, വാസോപ്രസേഴ്സും ഐനോട്രോപ്സ് ഒക്കെ? സോ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദർ ഇസ് എ ഡിക്രീസ് ഇൻ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ലെസ് ദാൻ 30 milligram of Hc ഫ്രം ദ ബേസ് ലൈൻ. അതുപോലെ ഇഫ് ദ മീൻ ആർട്ടീരിയൽ പ്രഷർ ഈസ് ലെസ് ദാൻ 60 mm of Hc. അപ്പൊ ഈ 2 ഇൻഡിക്കേഷൻസിൽ നമ്മൾ, അതായത് പ്രഷേഴ്സ് കുറയാ, ഹൈപ്പോടെൻഷൻ, പ്രഷേഴ്സ് കണ്ടീഷൻ, അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ വാസോപ്രസേഴ്സും ഐനോട്രോപിക് ഏജന്റ്സും ഉപയോഗിക്കുന്നത്. അപ്പം മീൻ ആർട്ടീരിയൽ പ്രഷർ ലെസ് ദാൻ 60 ആയാൽ എന്താ പ്രശ്നം? ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ എൻഡ് ഓർഗൻ ഡിസ്ഫങ്ഷൻ സെക്കൻഡറി ടു ഹൈപ്പോപെർഫ്യൂഷൻ. അതായത് പ്രഷർ കുറയുമ്പോൾ നമ്മുടെ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും, അതുകൂടെ ആ ഓർഗൻസിന് ഡാമേജ് ഉണ്ടാവാം, എൻഡ് ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അപ്പൊ ആക്ച്വലി ഹൈപ്പോടെൻഷൻ വഴി എൻഡ് ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ വാസോപ്രസേഴ്സ് ആൻഡ് ഐനോട്രോപിക് ഏജന്റ്സിനെ ഉപയോഗിക്കുന്നത്.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബേസിക്സ് അറിഞ്ഞാലാണ് ഇത് കുറച്ചും കൂടെ എളുപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് റിസപ്റ്റർ ഫിസിയോളജിക്ക് പോകാം. അപ്പൊ റിസപ്റ്റർ ഫിസിയോളജി എന്തൊക്കെയാണ് മെയിൻ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്? എല്ലാ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. α1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്, β1 β2 അഡ്രിനർജിക് റിസപ്റ്റ് ആൻഡ് ഡോപ്പമിൻ റിസപ്റ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡ്രഗ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ റിസപ്റ്റേഴ്സിനാണ്. α1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്, β1 ആൻഡ് β2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ആൻഡ് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ്. ഈ ഞാനിപ്പോ കാണിച്ച ഈ ടാബുലർ കോളം ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ടോപ്പിക് വളരെ ഈസി ആയിരിക്കും. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യം α1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്. അപ്പൊ α1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് എവിടെയാണ് ഉണ്ടാവുക? അത് ഒന്ന് വാസ്കുലർ വാൾ, ബ്ലഡ് വെസൽസിന്റെ വാളിൽ. അപ്പൊ അതിന്റെ എഫക്ട് എന്താ? വാസ്കുലർ വാളിലുള്ള α1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിന്റെ ആക്ഷൻ വാസോ കൺസ്ട്രിക്ഷൻ. പിന്നെ എവിടെയാണുള്ളത്? പിന്നുള്ളത് ഹാർട്ടിൽ അതിന്റെ ആക്ഷൻ എന്താ? ഹാർട്ടിൽ ഇറ്റ് ഇൻക്രീസസ് ദ ഡ്യൂറേഷൻ ഓഫ് കൺട്രാക്ഷൻ വിത്തൗട്ട് ഇൻക്രീസ്ഡ് ക്രോണോട്രോപ്പി. അപ്പൊ ഇവിടെ ക്രോണോട്രോപ്പി, ഐനോട്രോപ്പി എന്ന് പറഞ്ഞ രണ്ട് ടേംസ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ജസ്റ്റ് അത് നോക്കാം. അപ്പം ജസ്റ്റ് അതിന്റെ ബേസിക്സ് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് എന്തൊക്കെയാണ്? കാർഡിയാക് എഫക്ട്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പോസിറ്റീവ് ക്രോണോട്രോപ്പിക് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? എനിത്തിങ് ദാറ്റ് ഇൻക്രീസസ് ദ ഹാർട്ട് റേറ്റ്. ആൻഡ് ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റിനാണ് പോസിറ്റീവ് ക്രോണോട്രോപ്പിക് എഫക്ട് എന്ന് പറയുന്നത്. അയനോട്രോപ്പിക് എഫക്ട് എന്താണ്? ഇൻക്രീസ് ഇൻ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഓഫ് കാർഡിയാക് മസിൽസ്. അതാണ് പോസിറ്റീവ് അയനോട്രോപ്പിക് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് അയനോട്രോപ്പിക് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, ഹാർട്ടിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടുന്നതിനാണ് പോസിറ്റീവ് അയനോട്രോപ്പിക് എഫക്ട് എന്ന് പറയുന്നത്. പോസിറ്റീവ് ക്രോണോട്രോപ്പിക് എഫക്ട് എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് കൂടുന്നതിനാണ്. അതുപോലെ പോസിറ്റീവ് ഡ്രോമോട്രോപ്പിക് എഫക്ട് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് കണ്ടക്ട്, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അല്ലെ? നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹാർട്ടിന്റെ ഇമ്പൾസ് എങ്ങനെയാണ് ഉള്ളത്. SA നോഡിന്ന് ജനറേറ്റ് ചെയ്ത് അത് റൈറ്റ് അറ്റത്തുനിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബണ്ടിൽ ഓഫ് AV നോഡ്സ് വഴി, ബണ്ടിൽ ഓഫ് ഹിസ് വഴി, പൊർക്കഞ്ചി ഫൈബേഴ്സ് വഴിയാണ് അതിന്റെ സ്പ്രെഡ്. അപ്പൊ അത് കൂട്ടുന്നതിനാണ് പോസിറ്റീവ് ഡ്രോമോട്രോപ്പിക് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പഴയ സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് അതെവിടെയാണുള്ളത്? β1 രണ്ട് ടൈപ്പ് ഉണ്ട്, β1 ആൻഡ് β2. അപ്പൊ β1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ഹാർട്ടിലാണ് ഉണ്ടാവുക. അപ്പൊ ഹാർട്ടിൽ എന്താണ് അതിന്റെ ആക്ഷൻ? പോസിറ്റീവ് അയനോട്രോപ്പിക് ആൻഡ് പോസിറ്റീവ് ക്രോണോട്രോപ്പിക്. അതായത് ഹാർട്ട് റേറ്റും കൂട്ടും, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷനും കൂട്ടും. β2 റിസപ്റ്റേഴ്സ് ആണെങ്കിലോ? β2 റിസപ്റ്റേഴ്സ് ബ്ലഡ് വെസൽസ് അതിന്റെ ആക്ഷൻ എന്താ? ഇറ്റ് കോസസ് വാസോ ഡയലിറ്റേഷൻ. പിന്നുള്ളത് മൂന്നാമത്തത് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് എവിടെയാ മെയിൻലി ലൊക്കേഷൻ? മെയിൻലി അത് റീനൽ, സ്പ്ലാഞ്ചനിക്, അതായത് മീസൻട്രി, അവിടെയൊക്കെ കൊറോണറി, സെറിബ്രൽ, ഈ സ്ഥലങ്ങളിലൊക്കെ അതിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അത് കോസ് ചെയ്യുന്നത്, അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് വാസോ ഡയലിറ്റേഷൻ ആണ്. അതുപോലെ ഡോപ്പമിന്റെ ഒരു സബ് ടൈപ്പ് ഉണ്ട്, അത് കോസസ് വാസോ കൺസ്ട്രിക്ഷൻ. അപ്പം ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാം, α1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് മെയിൻലി എന്താണ്? വാസോ കൺസ്ട്രിക്ഷൻ ആണ് വിത്തൗട്ട് ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്. വേറാസ് ബീറ്റ റിസപ്റ്റേഴ്സ് എന്താണ്? മെയിൻലി അയനോട്രോപ്പിക്, അതായത് ഹാർട്ട് റേറ്റും കൂട്ടും, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷനും കൂട്ടും, അതിന്റെ കൂടെ വാസോ ഡയലിറ്റേഷനും ഉണ്ടാവും. വേറാസ് ഡോപ്പമിൻ കോസസ് മെയിൻലി വാസോ ഡയലിറ്റേഷൻ. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡ്രഗിലേക്ക് പോകാം. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് എന്താ ഡ്രഗ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, അഡ്രിനാലിനാണ് നമ്മൾ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അപ്പം കാർഡിയക് ഔട്ട്പുട്ട് എന്താണ് കാർഡിയക് ഔട്ട്പുട്ട്? കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. അപ്പൊ കാർഡിയക് ഔട്ട്പുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ എയിം എന്താണ്? ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവുന്ന പേഷ്യൻസിന് ഹൈപ്പോ ടെൻഷൻ വഴി എൻഡ് ഓർഗൻ ഡാമേജ് ഉണ്ടാവും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആണ് ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ഉദ്ദേശം എന്താ? കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടുക അല്ലെ? കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടുമ്പോഴാണ് പ്രഷേഴ്സ് കൂടുക. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഇതർ ഹാർട്ട് റേറ്റ് കൂട്ടാം, അതല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം കൂട്ടാം. അപ്പൊ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇത് പറഞ്ഞത്, അയനോട്രോപ്പിക് എഫക്ട് എന്ന് പറയുന്നത്. അയനോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻക്രീസസ് ദ ഹാർട്ട് റേറ്റ്. അതുപോലെ സ്ട്രോക്ക് വോളിയം നമുക്ക് കൂട്ടാം. നമുക്ക് ഫ്ലൂയിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ, വോളിയം കൊടുത്താൽ നമുക്ക് സ്ട്രോക്ക് വോളിയം കൂട്ടാം. അപ്പൊ എപ്പിനെഫ്രിൻ റിസപ്റ്റേഴ്സ്, എപ്പിനെഫ്രിന്റെ ആക്ഷൻസ് ഒന്ന് ഹാർട്ട് റേറ്റ് കൂട്ടുന്നത്, ഒന്ന് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. അതെവിടെയാ ആ റിസപ്റ്റേഴ്സ് ഉണ്ടാവുക? അപ്പൊ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന റിസപ്റ്റേഴ്സ് SA നോഡിലാണ് ഉണ്ടാവുക. SA നോഡാണ് നമ്മുടെ ഹാർട്ടിലുള്ള പൾസ് ജനറേറ്റ് ചെയ്യണ, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യണ നോഡ്. അപ്പൊ അവിടെയാണ് എപ്പിനെഫ്രിന്റെ ആക്ഷൻ, β1 റിസപ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. അതുപോലെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടുന്ന റിസപ്റ്റേഴ്സ്, β1 റിസപ്റ്റേഴ്സ് വെൻട്രിക്കുലർ മയോസൈറ്റ്സ്, അതായത് ഹാർട്ടിന്റെ വെൻട്രിക്കിൾസിലെ മസിൽസിലാണ്, മയോസൈറ്റ് സെൽസിലാണ് ഈ റിസപ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് ഈ രണ്ട് സ്ഥലത്തുള്ള റിസപ്റ്റേഴ്സ് ആണ് ഈ എപ്പിനെഫ്രിന്റെ രണ്ട് ആക്ഷൻ, അതായത് ഹാർട്ട് റേറ്റ് കൂട്ടുന്ന ആക്ഷനും ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടുന്ന ആക്ഷനും
ചെയ്യുന്നത്. അതേപോലെ എഫക്ട്സ് ഓൺ സ്മൂത്ത് മസിൽ, എപ്പിനെഫ്രിൻ വാസ്കുലർ സ്മൂത്ത് മസിൽ, വാസ്കുലർ നമ്മുടെ വെസൽസ്, ബ്ലഡ് വെസൽസിലും മസിൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ആക്ഷൻ എങ്ങനെയാണ്? ഇപ്പൊ ബ്ലഡ് വെസൽ സപ്ലൈങ് സ്കിൻ, മ്യൂക്കസ് മെമ്പറൈൻ, വിസറ, കിഡ്നീസ്, അവിടത്തേക്കുള്ള ഓർഗൻസിലേക്കുള്ള പിന്നെ വാസ്കുലർ സ്മൂത്ത് മസിൽ എക്സ്ക്ലൂസീവ്ലി ആൽഫ റിസപ്റ്റേഴ്സ് ആണ്, ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ആണ്. വേറാസ് ബ്ലഡ് വെസൽ സപ്ലൈങ് സ്കെൽട്ടൽ മസിൽസ്, നമ്മുടെ സ്കെൽട്ടൽ മസിൽസും ഉള്ള അവിടുത്തെ വാസ്കുലർ സ്മൂത്ത് മസിൽസിൽ ആൽഫ 1 ഉണ്ട്, ബീറ്റ 2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിന്റെ ആക്ഷൻ എന്താ? വാസോ കൺസ്ട്രിക്ഷൻ. അപ്പോ വാസ്കുലർ വാസ്കുലർ സ്മൂത്ത് മസിൽസ് സപ്ലൈങ് ബ്ലഡ് വെസൽ സപ്ലൈങ് മ്യൂക്കസ് മെമ്പറിന്, കിഡ്നി, അവിടെയൊക്കെ വാസോ കൺസ്ട്രിക്ഷൻ ആണ് എപ്പിനെഫ്രിന്റെ ആക്ഷൻ. വേറാസ് സ്കിന്ന് സപ്ലൈങ് സ്കെൽട്ടൽ മസിൽസിൽ എപ്പിനെഫ്രിന്റെ ആക്ഷൻ ആൽഫ ആക്ഷനും ഉണ്ട്, ബീറ്റ ആക്ഷനും ഉണ്ട്. അപ്പം 2 തരം ആക്ഷൻസ് ഉണ്ടാവും. അതിനാണ് ബൈഫേസിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് ആൽഫ 1 റിസപ്റ്റേഴ്സ് വഴി വാസോ കൺസ്ട്രിക്ഷനും ബീറ്റ 2 റിസപ്റ്റർ വഴി വാസോ ഡയലറ്റേഷനും. അപ്പം വാസോ കൺസ്ട്രിക്ഷനും ഉണ്ടാവാം, വാസോ ഡയലറ്റേഷനും ഉണ്ടാവാം. അത് ഡോസ് ഡിപ്പെൻഡഡ് ആണ്. അവിടെയാണ് ഇമ്പോർട്ടന്റ്. എപ്പിനെഫ്രിന്റെ ഡോസ് പ്ലാസ്മ ലെവൽ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് അത് ഈ ബൈഫേസിക് റെസ്പോൺസ്, അതായത് വാസോ ഡയലറ്റേഷൻ ഉണ്ടാക്കണോ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് വെസൽസിന്, സ്കിന്ന്, മ്യൂക്കസ് മെമ്പറിൻ, കിഡ്നി, അവിടെയൊക്കെ മെയിൻലി വാസോ കൺസ്ട്രിക്ഷൻ ബൈ ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റർ. വേറാസ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൽഫ 1 ബൈഫേസിക് റെസ്പോൺസ് ആണ് സ്കെൽട്ടൽ മസിൽസിൽ. അപ്പം ഞാൻ പറഞ്ഞു ഈ ബൈഫേസിക് റെസ്പോൺസ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡഡ് ആണ്. അപ്പം അറ്റ് ലോ പ്ലാസ്മ കോൺസെൻട്രേഷൻ, എപ്പിനെഫ്രിന്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ, അഡ്രിനാലിന്റെ ബ്ലഡിൽ ഉള്ള കോൺസെൻട്രേഷൻ, പ്ലാസ്മയിലുള്ള കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ഇറ്റ് പ്രിഡോമിനന്റ്ലി കോസസ് വാസോ ഡയലറ്റേഷൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ ICUസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ലോ ഡോസ് അഡ്രിനാലിൻ ഇൻഫ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വാസോ കൺസ്ട്രിക്ഷൻ ആണെങ്കിലും ചിലപ്പം എഫക്ട് വരുന്നത് വാസോ ഡയലറ്റേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച വാസോ കൺസ്ട്രിക്ഷൻ ആക്ഷൻ, അതായത് വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടായാൽ മാത്രമേ സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂടുള്ളൂ, മീൻ ആർട്ടറിയൽ പ്രഷർ കൂടുള്ളൂ, കാർഡിയക് ഔട്ട്പുട്ട് കൂടുള്ളൂ, അപ്പോഴാണ് BP കൂടുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ യു നീഡ് ടു ഹാവ് ഹൈ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് എപ്പിനെഫ്രിൻ. അപ്പൊ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂടിയാലാണ് ഈ എപ്പിനെഫ്രിന്റെ ആൽഫ 1 ആക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ആക്ഷൻ ഓഫ് എപ്പിനെഫ്രിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലാസ്മ ലെവൽ ഓഫ് ദ ഡ്രഗ്. ഇനി ആർട്ടറിയൽ BP, നേരത്തെ പറഞ്ഞ പോലെ BP കാർഡിയക് ഔട്ട്പുട്ടും പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസും ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ എപ്പിനെഫ്രിൻ കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടും, നേരത്തെ പറഞ്ഞ പോലെ വാസോ കൺസ്ട്രിക്ഷൻ വഴി. അതുപോലെ ലോ ഡോസസിൽ നേരത്തെ പറഞ്ഞ പോലെ വാസോ ഡയലറ്റേഷൻ ഉണ്ടാക്കും. അപ്പൊ അതിനനുസരിച്ച് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കുറയും, BPയും കുറയും. ഹൈ ഡോസസിൽ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവും, അതിനനുസരിച്ച് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കൂടും, ആർട്ടറിയൽ BP കൂടും. ഇനി എഫക്ട് ഓഫ് എപ്പിനെഫ്രിൻ ഓൺ എയർവേ. എയർവേയിൽ എന്താണ് ആക്ഷൻ? എയർവേയിൽ ബീറ്റ 2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അത് സ്മൂത്ത് എയർവേ സ്മൂത്ത് മസിൽസിലാണ് ഉണ്ടാവുക. അപ്പം അത് കോസസ് ബ്രോങ്കോ ഡയലറ്റേഷൻ. അപ്പൊ ബ്രോങ്കോ ഡയലറ്റേഷൻ ആണ് എപ്പിനെഫ്രിന്റെ ആക്ഷൻ ഓൺ എയർവേസിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ബ്രോങ്കിൽ ആസ്മ പേഷ്യൻസിന്, അല്ലെ, ആസ്മ പേഷ്യൻസിനൊക്കെ നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നത്. സ്റ്റിറോയിഡ്സ് പിന്നെ എഫക്റ്റീവ് അല്ലാത്ത ആൾക്കാർക്ക് ലൈഫ് ലൈൻ ഡ്രഗ് ആണ് ബ്രത്ത്ലെസ് ആയിട്ട് ആസ്മാറ്റിക് പേഷ്യൻസ്, സിവിയർ ആസ്മാറ്റിക് പേഷ്യൻസിന് അഡ്രിനാലിൻ കൊടുക്കാം. അഡ്രിനാലിൻ നെബുലൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് അഡ്രിനാലിൻ ഡ്രഗ് ആയിട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കോസസ് ബ്രോങ്കോ ഡയലറ്റേഷൻ. അപ്പൊ ആ ആക്ഷൻ വഴിയാണ് അത്, ദാറ്റ് ഈസ് വൈ ബീറ്റ 2 അഡ്രിനർജിക് റിസപ്റ്റർ വഴിയാണ് ഈ ബ്രോങ്കോ ഡയലറ്റേഷൻ ആക്ഷൻ വരുന്നത്. ഇനി എഫക്ട്സ് ഓഫ് എപ്പിനെഫ്രിൻ ഓൺ ഐസ്. കണ്ണിൽ എന്താണ് ആക്ഷൻ? കണ്ണിൽ 2 ആക്ഷൻസ് ആണുള്ളത് എപ്പിനെഫ്രിൻ. ഒന്ന് ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് വഴി, അത് റേഡിയൽ സ്മൂത്ത് മസിൽസിൽ ആക്ട് ചെയ്തിട്ട് ഇറ്റ് കോസസ് കൺസ്ട്രിക്ഷൻ, പ്യൂപ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യും. മിഡ്രിയാസിസ് എന്ന് പറയും. അതായത് നമ്മുടെ പ്യൂപ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് വളരെ പിൻ പോയിന്റ് പീപ്പിൾ ആവും. അപ്പൊ ICUസിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അഡ്രിനാലിൻ ഇൻഫ്യൂഷൻ കിട്ടുന്ന പേഷ്യൻസിന്റെ കണ്ണിൽ ടോർച്ച് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്യൂപ്പിൾസ് ഒക്കെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ആ ആക്ഷൻ ഈസ് മെയിൻലി ബൈ ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് വഴിയാണ്. ഇനി രണ്ടാമത്തെ ആക്ഷനോ, ഇറ്റ് കോസസ് ബീറ്റ 2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് വഴി ഇറ്റ് കോസസ് റിലാക്സേഷൻ ഓഫ് സീലിയറി മസിൽസ്. സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കണ്ണിലുണ്ടാവുന്ന ഗ്ലോക്കോമ, പ്രഷേഴ്സ് കൂടുക, കണ്ണിലെ പ്രഷേഴ്സ് കൂടുന്ന അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ബീറ്റ 2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിന്റെ ആക്ഷൻ വഴി സീലിയറി മസിൽസ് റിലാക്സ് ആവുകയും നമുക്ക് കണ്ണിന്റെ പ്രഷർ കുറയും, ഗ്ലോക്കോമയ്ക്ക്
ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. സോ ഇത് രണ്ടുമാണ് എപ്പിനെഫ്രിന്റെ ആക്ഷൻ ഉണ്ട് ഐസ്, അതായത് ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് വഴി പ്യൂപ്പിൾസിന്റെ കൺസ്ട്രക്ഷൻ മിഡ്രിയാസിസും ബീറ്റ 2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിന്റെ ആക്ഷൻ വഴി റിലാക്സേഷൻ ഓഫ് ദ സീലിയറി മസിൽസ് നമുക്ക് ഗ്ലോക്കോമയിലൊക്കെ ഉപയോഗിക്കാവുന്നത്. ഇനി ബാക്കിയുള്ള സിസ്റ്റംസ്, എല്ലാ സിസ്റ്റത്തിലും അല്ലെ നമ്മുടെ ഡ്രഗ് അഡ്രിനാലിൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. നമ്മൾ മെയിൻലി നമ്മൾ നോക്കിയത് നമ്മുടെ ഹാർട്ടിലെ കാര്യത്തിലാണ്. പക്ഷേ മെയിൻലി ഹാർട്ടാണ് നമ്മളെ ആക്ട് ചെയ്യുന്നത്. റിസപ്റ്റേഴ്സ് എവിടേക്കാണ് നമ്മൾ പറഞ്ഞു, ഹാർട്ടിൽ എവിടേക്കാണ് റിസപ്റ്റേഴ്സ് ഉണ്ടാവാറുള്ളത്. അതുപോലെ വേറെ സിസ്റ്റത്തിലും ആക്ട് ചെയ്യും. അപ്പൊ GIT ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റത്തിൽ എന്താണ്, പെരിസ്റ്റാൾസിസ് ഈസ് റെഡ്യൂസ്ഡ്, സ്പിങ്ക്ടേഴ്സ് ആർ കൺട്രാക്റ്റഡ്. അപ്പൊ പെരിസ്റ്റാൾസിസ് കുറയ്ക്കും. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ ഭക്ഷണം വായിക്കൂടെ ഭക്ഷണം കഴിച്ച് അത് പിന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റം വഴി പാസ് ചെയ്ത് മോഷനായിട്ട് പോകുന്ന എൻറ്റയർ പ്രോസസ്സിന് പെരിസ്റ്റാൾട്ടിക് മോഷൻ, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കുറയ്ക്കും. അതുപോലെ ബ്ലാഡർ മസിലാണ് ഡെട്രൂസൽ മസിൽ, അതിന്റെ റിലാക്സ് ട്രൈഗോൺസ് ഗെറ്റ്സ് കൺട്രാക്ട്. സ്പ്ലീനിക് ക്യാപ്സ്യൂൾ കൺട്രാക്ഷൻ ആൻഡ് RBCs ആർ പോൾഡ്. സ്കെൽട്ടൽ മസിൽ നേരത്തെ പറഞ്ഞു, നമ്മുടെ സ്കെൽട്ടൽ മസിൽസിൽ വാസ്കുലർ സ്മൂത്ത് മസിൽസിൽ ആക്ഷൻ ഉണ്ട്. അപ്പോൾ ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ്. അപ്പം ട്രമേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ പേഷ്യൻസിനൊക്കെ മസിൽ കൺട്രാക്ഷൻ വഴി. CNSൽ റെസ്റ്റ്ലെസ്നെസ്, ട്രമേഴ്സ്, ഫോൾ ഇൻ BP, ബ്രാഡിക്കാർഡിയ, ഇതൊക്കെ CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ആക്ഷൻസ് ആണ് എപ്പിനെഫ്രിന്റെ. ഇനി മെറ്റബോളിക് എഫക്റ്റ് ആണെങ്കിലോ, ഇറ്റ് കോസസ് ഹൈപ്പർഗ്ലൈസീമിയ, അപ്പം ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ICUലെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ അഡ്രിനാലിൻ ഇൻഫ്യൂഷൻ വെക്കുമ്പോൾ ഇറ്റ് ക്യാൻ കോസ് ഇൻക്രീസ് ഇൻ ബ്ലഡ് ഷുഗർ വാല്യൂസ്. അപ്പൊ ഷുഗേഴ്സ് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ലൈപ്പോലൈസിസും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് അതർ സിസ്റ്റത്തിലുള്ള ആക്ഷൻസ്. ഇനി യൂസസ് ഓഫ് അഡ്രിനാലിൻ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ടോപ്പിക്കിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ ആപ്ലിക്കേഷൻ, ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് അല്ലെ അഡ്രിനാലിൻ എന്തൊക്കെ ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ബ്രോങ്കിൽ ആസ്മ അല്ലെ, ബ്രോങ്കോ ഡയലറ്റേഷൻ വഴി ബ്രോങ്കിൽ ആസ്മയിൽ ഉപയോഗിക്കാം. കണ്ണിന്റെ കാര്യത്തിൽ നമ്മൾ 2 യൂസസ് പറഞ്ഞു, മെയിൻലി പിന്നെ മിഡ്രിയാസിക് കൺസ്ട്രക്ഷൻ, പ്യൂപ്പിലറി കൺസ്ട്രക്ഷനും സീലിയറി ഗ്ലോക്കോമയിലൊക്കെ ഉപയോഗിക്കാൻ. അപ്പൊ യൂസസ് ഓഫ് അഡ്രിനാലിൻ, അപ്പൊ അത് വളരെ ഓർത്തിരിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഇത് കോഡ് ചെയ്തിരിക്കുന്നത്, ABCDEG. അപ്പൊ A എന്ന് പറഞ്ഞാൽ എന്താ, അനാഫാലാറ്റിക് ഷോക്ക്. സോ അഡ്രിനാലിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ അനാഫാലാറ്റിക് ഷോക്ക്. അനാഫാലാറ്റിക് ഷോക്കിന് എന്താണ് നമ്മുടെ ബോഡിയിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവുക. അത് എന്ത് റിയാക്ഷൻ, അലർജിക് റിയാക്ഷൻസ്, ഫുഡ് അലർജി ആവാം, ഡ്രഗ് അലർജി ആവാം, അതല്ലെങ്കിൽ ഇനി വല്ല ഇൻസെക്ട് ബൈറ്റോ, അങ്ങനെ എന്ത് തരത്തിലും ബോഡിയിൽ അലർജി റെസ്പോൺസ് ഉണ്ടാവുമ്പോൾ ബോഡി അതിനോട് പ്രതിരോധിക്കും. അപ്പം പേഷ്യന്റ് ഷോക്കിലേക്ക് പോകും. അപ്പൊ അത് വളരെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണ്. അത് പേഷ്യന്റിന്റെ ലൈഫ് പോവാവുന്ന സിറ്റുവേഷൻ ആണ്, അത്രയ്ക്ക് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ അതിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് അഡ്രിനാലിൻ. പിന്നെ ബ്രോങ്കിലാസ്മ, ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രോങ്കിലാസ്മയിൽ ലൈഫ് ലൈൻ ഡ്രഗ് ആണ്. നമ്മൾ സ്റ്റിറോയിഡ്സും ബ്രോങ്കോ ഡയലറ്റേഴ്സ് ഒക്കെയാണ് ആദ്യം ഉപയോഗിക്കുക. പക്ഷെ ലൈഫ് ലൈൻ അതൊന്നും ക്യൂർ ആവാത്ത ആൾക്കാർക്ക്, പേഷ്യൻസിന് നമ്മൾ ലൈഫ് ലൈൻ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് അഡ്രിനാലിൻ. കാർഡിയാക് അറസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ കാർഡിയോ പൾമിനറി റീസസിറ്റേഷൻ അല്ലെ. കാർഡിയോ പൾമിനറി റീസസിറ്റേഷനിലെ ഡ്രഗ് ആണ് അഡ്രിനാലിൻ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് അഡ്രിനാലിൻ കാർഡിയാക് അറസ്റ്റ് കേസ്. പിന്നെ ഡിലേഡ് അബ്സോർപ്ഷൻ ഓഫ് ലോക്കൽ അനസ്തെറ്റിക്, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം, നിങ്ങൾ എല്ലാവരും OT-യിൽ ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ് ലിഗ്നോക്കൈൻ അല്ലെ. ലിഗ്നോക്കൈൻ ലോക്കൽ അനസ്തേഷ്യ. അപ്പൊ അതിന്റെ അകത്ത് ലിഗ്നോക്കൈൻ പ്ലസ് അഡ്രിനാലിൻ നിങ്ങൾ റെഡ് ബോട്ടിൽ കണ്ടിട്ടുണ്ടാവും. ലിഗ്നോക്കൈൻ സാധാ പ്ലെയിൻ ലിഗ്നോക്കൈൻ ഉണ്ടാവും, ലിഗ്നോക്കൈൻ പ്ലസ് അഡ്രിനാലിൻ മിക്സർ റെഡ് കളർ ആയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ബ്ലോക്ക് കൊടുക്കുമ്പോഴേക്കും ഡിലേഡ് അബ്സോർപ്ഷൻ ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൽ അഡ്രിനാലിൻ ക്യാൻ ബി. പിന്നെ എപ്പിസ്റ്റാക്സിസ്, എലിവേറ്റഡ് BP, അതായത് മൂക്കിന്ന് ബ്ലീഡിങ്, നമ്മൾ നേസൽ ബ്ലീഡ്, പ്രഷർ കൂടിയിട്ട് ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് പിന്നെ പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടാവാം. അപ്പം അതിന് നമ്മൾ നേസൽ പാക്ക്, അഡ്രിനാലിൻ പാക്ക് മൂക്കിൽ വെക്കാറുണ്ട്, നേസൽ പാക്കിങ്. പിന്നെ ഗ്ലോക്കോമ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിന്റെ കാര്യത്തിൽ ഗ്ലോക്കോമ. അപ്പം ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും, ABCDEG. പിന്നെ അതർ നേസൽ കഞ്ചക്ഷൻ ഒഴിവാക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഇൻഡ്യൂസസും എല്ലാം അഡ്രിനാലിന്റെ യൂസസ് ആണ്. അപ്പോൾ ഇത്രയും കൂടുതൽ യൂസ് ഉള്ള ഒരു ഡ്രഗ് ആകുമ്പോൾ, ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സേവിങ് ഡ്രഗ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയായിരിക്കും, ഹൈപ്പർ ടെൻസി ക്രൈസിസ്. അപ്പൊ പ്രഷേഴ്സ് ഭയങ്കര ഹൈ ആവാനുള്ള സാധ്യത, നമ്മൾ പ്രഷേഴ്സ് ഡോസ് കൂടുതലാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഹൈപ്പർ ടെൻസി ക്രൈസിസ്. അതുപോലെ ഡിസരിത്മിയാസ്, അതായത് അരിത്മിയാസ്,
ഹാർട്ടിന്റെ മിടിപ്പിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വളരെ ഹൈ ഡോസ് പോകുമ്പോൾ. അഞ്ചൈന പെക്ടോറിസ് എന്ത് പറഞ്ഞാൽ എന്താണ്? ചെസ്റ്റ് പെയിൻ. അതായത് നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട്, നമ്മുടെ അഡ്രിനാലിന്റെ ആക്ഷൻ അറിയാലോ, ഇറ്റ് കോസസ് വാസോ കൺസ്ട്രിക്ഷൻ. അപ്പോൾ ഇറ്റ്സ് എ വാസോപ്രസർ. അപ്പോൾ അത് വെസൽസ് കൺസ്ട്രിക്ട് ആയിട്ട് ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻജൈന പെക്ടോറിസ്. നെക്രോസിസ് ഫോളോയിങ് എക്സ്ട്രാവസേഷൻ. നമ്മൾ ഇൻഫ്യൂഷൻ, അഡ്രിനാലിൻ ഇൻഫ്യൂഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഐ വി ലൈൻ കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ അത് എക്സ്ട്രാവസേറ്റ് ചെയ്താൽ അത് അടുത്തുള്ള സ്കിന്നിനും സോഫ്റ്റ് ടിഷ്യൂസിനൊക്കെ നെക്രോസിസ് ഉണ്ടാവും. അവിടെയൊക്കെ ബ്ലാക്ക് കളർ, കറുത്ത നിറത്തിൽ അത് നെക്രോസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പർഗ്ലൈസിമിയ, ഷുഗേഴ്സ്, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് അഡ്രിനാലിൻ കൊടുത്താൽ ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡോസ് പറഞ്ഞു കഴിഞ്ഞാല് 9 per kg per minute ഇൻഫ്യൂഷൻ ഡോസുകളാണ് ഈ ആദ്യം പറയുന്നത്. 10 to 30 നാനോഗ്രാം per kg per minute ആണെങ്കിൽ എന്റെ മെയിൻ ആക്ഷൻ ബീറ്റ റിസപ്റ്റർ വഴിയാണ്. അപ്പം പ്രഷേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ലോ ഡോസിൽ ഇറ്റ് ക്യാൻ കോസ് വാസോ ഡയലിറ്റേഷൻ, പ്രഷർ കുറയാം. പിന്നെ മോഡറേറ്റ് ഡോസ് 30 to 50 നാനോഗ്രാം per kg per minute ആണെങ്കിൽ ബീറ്റയിലും ആൽഫയിലും ആക്ഷൻ ഉണ്ട്. അപ്പം ഇറ്റ് ക്യാൻ കോസ് ബൈഫേസിക് റെസ്പോൺസ്. നേരത്തെ പറഞ്ഞ പോലെ BP വാസോ ഡയലിറ്റേഷനും ഉണ്ടാവാം, വാസോ കൺസ്ട്രിക്ഷനും ഉണ്ടാവും. മോർ ദാൻ വെരി ഹൈ ഡോസ് അഡ്രിനാലിൻ 150, more than 150 നാനോഗ്രാം per kg per minute ഇൻഫ്യൂഷൻ ആണെങ്കിൽ ആൽഫ ആൻഡ് ബീറ്റ ആക്ഷൻ കോസസ് വാസോ കൺസ്ട്രിക്ഷൻ. അപ്പോൾ SVR, സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂടും, മീൻ ആർട്ടറിയൽ പ്രഷർ കൂടും, കാർഡിയക് ഔട്ട്പുട്ട് കൂടും, BP കൂടും. അതാണ് നമ്മുടെ മെയിൻ യൂസ് അഡ്രിനാലിന്റെ. പിന്നെ ഈ ടാബ്ലർ കോളം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അഡ്രിനാലിന്റെ യൂസസ്. അപ്പൊ നമ്മൾ മെയിൻലി ഈ അഡ്രിനാലിൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു ആംബ്യൂളിലാണ് വരുന്നത്. 1 ml ആംബ്യൂളിൽ 1 milligram ആണ്. അപ്പൊ ആ 1 milligram എന്ന് പറയുന്നത് ആക്ച്വലി 1 in 1000 ഡൈല്യൂഷനിൽ വരുന്നതാണ് ആ അഡ്രിനാലിൻ. 1 milligram എന്ന് പറയുന്നത് 1 in 1000 ഡൈല്യൂഷനിൽ. അത് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് അനാഫാലറ്റിക്. നേരത്തെ പറഞ്ഞ പോലെ അനാഫാലറ്റിക് ഷോക്ക്, അതാണ് അതിന്റെ ഇൻഡിക്കേഷൻ. അപ്പൊ 0.3 to 0.5 ml IM ഡീപ്പ് ഇഞ്ചക്ഷൻ കൊടുക്കാം. 5 minutes റിപ്പീറ്റ് ചെയ്യാം. ഇനി അസിസ്റ്റോളി, ഞാൻ നേരത്തെ പറഞ്ഞ കാർഡിയോപൾമണറി റീസസിറ്റേഷന്റെ ഭാഗമായിട്ട് കാർഡിയക് അറസ്റ്റ് ഉണ്ടാവും. അസിസ്റ്റോളിയിൽ നമ്മൾ CPR ഉപയോഗിക്കുന്ന അഡ്രിനാലിൻ ആക്ച്വലി ഇറ്റ് ഷുഡ് ബി 0.1 milligram per ml. 1 in 10,000 ഡൈല്യൂഷൻ ആയിട്ടുള്ള അഡ്രിനാലിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 1 ml എടുത്തിട്ട് അഡ്രിനാലിൻ എടുത്തിട്ട് അത് 10 ml സിറിഞ്ചിൽ ഡൈല്യൂട്ട് ചെയ്യുക. അപ്പൊ 10 ml സിറിഞ്ചിൽ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ 0.1 milligram per ml ആവും. അപ്പൊ അത് നമുക്ക് എവറി 3 to 5 minutes CPR കൊടുക്കുമ്പോൾ കൊടുക്കാം. ഇനി അനാഫാലറ്റിക് ഷോക്കിൽ നമുക്ക് ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കാം. എങ്ങനെ, ആ 1 ml എടുത്തിട്ട് 100 ml ഡൈല്യൂട്ട് ചെയ്യാം. അപ്പം 10 microgram per ml ആവും. അപ്പൊ 1 in 1 lakh ഡൈല്യൂഷൻ ആവും. അങ്ങനത്തെ അത് നമുക്ക് വി ക്യാൻ ഗീവ് ആസ് ഇൻഫ്യൂഷൻ 30 to 100 ml per hour ഇൻഫ്യൂഷൻ. ഇനി ലാരിഞ്ചൽ എഡിമയിൽ നേരത്തെ പറഞ്ഞ പോലെ ആസ്മയിലൊക്കെ നമുക്ക് നെബുലൈസർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം അത് 10 milligram per ml ഡോസിലാണ് 1 in 100 ഡൈല്യൂഷൻ ഉള്ള അഡ്രിനാലിനാണ് ഉപയോഗിക്കേണ്ടത്. അത് 0.25 ml എടുത്തിട്ട് അത് 2 ml സലൈനിൽ മിക്സ് ചെയ്തിട്ട് നെബുലൈസർ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ 2.5 milligram നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതാണ് അഡ്രിനാലിൻ. നമ്മൾ ഇത്രയും നേരം നമ്മൾ അഡ്രിനാലിനെ കുറിച്ചാണ് സംസാരിച്ചത്. നമുക്ക് നെക്സ്റ്റ് ഡ്രഗിലേക്ക് പോകാം, നോറഡ്രിനാലിൻ. ഇപ്പൊ നോറഡ്രിനാലിൻ നിങ്ങൾക്ക് നോറെപ്പിനെഫ്രിൻ, നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ വേറെ പേരാണ് നോറെപ്പിനെഫ്രിൻ. അപ്പൊ ഇറ്റ്സ് എ പ്രൈമറി ഫിസിയോളജിക്കൽ പോസ്റ്റ് ഗാംഗ്ലിയോണിക് സിമ്പതോമിമെറ്റിക് ഡ്രഗ് ആണത്. അപ്പൊ അതിന്റെ ആക്ഷൻസ് എന്താണ്? അതിന് ആൽഫ 1ഉം ആൽഫ 2 അഡ്രിനർജിക് ആക്ഷൻസും ഉണ്ട്, ബീറ്റ അഗനിസ്റ്റും ആണ്. അപ്പൊ ആൽഫ ആക്ഷനും ഉണ്ട്, ആൽഫ 1 ആൽഫ 2 ആക്ഷൻ ബീറ്റ അഗനിസ്റ്റും ആണ്. അപ്പൊ എഫക്ട്സ് ഓഫ് നോറെപ്പിനെഫ്രിൻ എന്തൊക്കെയാണ്? ഹാർട്ട് റേറ്റ് വേരിയബിൾ. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം ആ ടാബുലർ കോളം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ആൽഫ 1 റിസപ്റ്റേഴ്സിന് ഹാർട്ട് റേറ്റ് കൂട്ടില്ല. അപ്പൊ ഹാർട്ട് റേറ്റ് വേരിയബിൾ ആണ്. കൺട്രാക്ടിവിറ്റി കൂട്ടും, ഫോസോ കൺട്രാക്ഷൻ കൂട്ടും. അപ്പം കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടും, BP കൂട്ടും. സിസ്റ്റമിക് വാസ്കുലർ വാസോ കൺസ്ട്രിക്ഷൻ വഴി സിസ്റ്റമിക് വാസ്കുലർ SVR കൂട്ടും, പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കൂട്ടും. അപ്പം ഹാർട്ട് റേറ്റിൽ മാത്രം വ്യത്യാസം ഉണ്ടാകും. അപ്പം നോറഡ്രിനാലിൻ കൊടുക്കുമ്പോൾ ഹാർട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ അഡ്രിനാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഹാർട്ട് റേറ്റ് കൂടും, ഐനോട്രോപിക് എഫക്റ്റ് ആണ്, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഹാർട്ട് റേറ്റ് കൂട്ടും, ഐനോട്രോപിക് ഇതാണ്. ഇവിടെ ഹാർട്ട് റേറ്റ് കൂടില്ല, ബാക്കിയെല്ലാം കൂടും. അഡ്വാൻറ്റേജസ് എന്താണ്? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലഡ്. അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് റീഡിസ്ട്രിബ്യൂഷൻ, അതായത് ബ്ലഡ് ഫ്ലോ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് വാസോ കൺസ്ട്രിക്ഷൻ വഴി ബ്ലഡ് ഫ്ലോ എത്തിക്കാൻ പറ്റും നോറഡ്രിനാലിൻ. ഡയറക്റ്റ് അഡ്രിനർജിക് ആഗനിസ്റ്റ് ആണ്, ഡയറക്റ്റ് ആക്ഷൻ ആണ്, ഡയറക്റ്റ് അഡ്രിനർജിക് ആഗനിസ്റ്റ് ആണ്.
elicit intense alpha 1 and 2 beta adrenergic action. മെയിൻലി ആൽഫ ആക്ഷൻ ആണ്, ആൽഫ അഡ്രിനർജിക് ആക്ഷൻ ആണ്. ബീറ്റ ആക്ഷൻ ഉണ്ട്, പക്ഷെ ആൽഫ അഡ്രിനർജിക് ആക്ഷൻസ് ആണ് മെയിൻലി. ഡിസഡ്വാൻറ്റേജ് എന്താ? റെഡ്യൂസ് ഓർഗൻ പെർഫ്യൂഷൻ. അപ്പം നമ്മൾ കുറെ നേരം ഇൻഫ്യൂഷൻ, അതായത് ഒരു ദിവസത്തിന്റെ മുകളിലോ 2 ദിവസത്തിന്റെ മുകളിലൊക്കെ ICUയിൽ ഇൻഫ്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ വാസോ കൺസ്ട്രിക്ഷൻ വഴി ആ ഓർഗനിലേക്കുള്ള പെർഫ്യൂഷൻ കുറയാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഓർഗൻ പെർഫ്യൂഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോറഡ്രിനാലിൻ ഉപയോഗിച്ചത്. പക്ഷെ അതിന്റെ നെഗറ്റീവ് എഫക്ട് വരാം, റെഡ്യൂസ്ഡ് ഓർഗൻ പെർഫ്യൂഷൻ ഉണ്ടാവും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അഞ്ചൈന പെക്ടോറിസ്, ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ അഞ്ചൈന പെക്ടോറിസ് ഉണ്ടാവാം. പൾമിനറി വാസകൾ, ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ പൾമിനറി വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവാം. അരിത്മിയാസ്, അഡ്രിനാലിൻ പറഞ്ഞ പോലെ തന്നെ അരിത്മിയാസ് ഉണ്ടാവാം. അതുപോലെ എക്സ്ട്രാവസേഷൻ, ഇൻഫ്യൂഷൻ ചെയ്യുമ്പോൾ എക്സ്ട്രാവസേറ്റ് ചെയ്ത അടുത്തുള്ള ടിഷ്യൂസും സ്കിന്നും നെക്രോസിസ് ഉണ്ടാവും, ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മെയിൻ യൂസ് എന്താണ്? മെയിൻ യൂസിന് പറഞ്ഞാൽ നോറഡ്രിനാലിൻ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ സെപ്റ്റിക് ഷോക്ക്. സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്സിസ് അല്ല, ഇൻഫെക്ഷൻ. അതായത് നമുക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്ന് സെപ്സിസ് ആയിട്ട് വരുമ്പോൾ പ്രഷേഴ്സ് കുറയും. അപ്പൊ നമ്മുടെ വെസൽസ് നിന്നൊക്കെ ബ്ലഡ് ഫ്ലോ, ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിബിലിറ്റി വന്നിട്ട് വെസൽസ് ഒക്കെ എല്ലാം ലീക്ക് ഉണ്ടായി നമുക്ക് പ്രഷേഴ്സ് കുറയും. അങ്ങനത്തെ സെപ്സിസിലുള്ള പേഷ്യൻസിന് പ്രഷേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിന് നമുക്ക് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് നോറഡ്രിനാലിൻ. അപ്പൊ പെരിഫറൽ വാസോ കൺസ്ട്രിക്ഷൻ, അപ്പം സെപ്സിസ് ഉള്ള പേഷ്യൻസിനൊക്കെ ബ്ലഡ് പെരിഫറൽ കാലില് പെരിഫറീസിലൊക്കെ പൂൾ ചെയ്യും. അപ്പൊ നമുക്ക് അത് വാസോ കൺസ്ട്രിക്ഷൻ കൊടുത്തിട്ട് അത് തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കണം. അപ്പൊ നമുക്ക് വീനസ് റിട്ടേൺ ഹാർട്ടിലേക്ക് കൂട്ടണം. വീനസ് റിട്ടേൺ കൂട്ടിയാലാണ് കാർഡിയാക് ഔട്ട്പുട്ട് കൂടുക. അപ്പം അങ്ങനെ അതാണ് അതിന്റെ ആക്ഷൻ. അപ്പം ഇറ്റ്സ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ സെപ്റ്റിക് ഷോക്ക്. വാസോപ്ലീജിയ ആഫ്റ്റർ കാർഡിയോപൾമനറി ബൈപ്പാസ്. അപ്പം നിങ്ങൾ കാർഡിയോതൊറാസിക് പോസ്റ്റിംഗ് ഒക്കെ ഉള്ളവർക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഹാർട്ട് ലങ് മെഷീൻ കാർഡിയോപൾമനറി ബൈപ്പാസിൽ പോയതിനു ശേഷം പുറത്തു വരുമ്പോൾ ഭയങ്കര ഡയലേറ്റഡ് ആയിരിക്കും. അപ്പം വാസോപ്ലീജിക് ആയിരിക്കും, ഭയങ്കര ഡയലേറ്റഡ്. അപ്പം നോറഡ്രിനാലിൻ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്. കണ്ടീഷൻസ് ഇൻ വിച്ച് സിസ്റ്റമിക് വാസ്കുലർ റൈസ് നീഡഡ് വിത്ത് കാർഡിയാക് സ്റ്റിമുലന്റ്. അപ്പൊ സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂട്ടേണ്ട അവസ്ഥകളിൽ നോറഡ്രിനാലിൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ബിക്കോസ് ഇറ്റ്സ് പ്യൂർലി ആൽഫ 1 അഡ്രിനർജിക് ആക്ഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അഡ്രിനാലിന്റെ കാര്യത്തിലും നോറഡ്രിനാലിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ത്രൂ സെൻട്രൽ ലൈൻ. പെരിഫറൽ ലൈനിൽ കൂടെ കൊടുക്കാൻ പാടില്ല. നേരത്തെ എന്തുകൊണ്ട്? പെരിഫറൽ ലൈനിൽ കൂടെ കൊടുത്താൽ അത് എക്സ്ട്രാവസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് ടിഷ്യൂ നെക്രോസിസ്. ഡോസിങ് 15 മൈൽഡ് ഡോസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഡോസ് 15 to 30 നാനോഗ്രാം per kg per minute IV. ഇതൊക്കെ ഇൻഫ്യൂഷൻ കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ നോറഡ്രിനാലിനൊക്കെ ഇൻഫ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുക, അല്ലാതെ കൊടുക്കാൻ പറ്റില്ല. മാക്സിമം ഡോസ് എന്താ? 30 to 300 നാനോഗ്രാംസ് per kg per minute. അപ്പം ഡോസിങ്. അപ്പൊ മിനിമൈസ് ദ ഡ്യൂറേഷൻ ഓഫ് യൂസ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ കൂടുതൽ നോറഡ്രിനാലിൻ ഒന്നും ഇൻഫ്യൂഷൻ കൊടുക്കാൻ പാടില്ല. കാരണം ഇറ്റ് ക്യാൻ കോസ് വാസോ കൺസ്ട്രിക്ഷനും അപ്പൊ ഓർഗൻ പെർഫ്യൂഷൻ കുറയും. മെയിൻലി കിഡ്നീസിനെ എഫക്ട് ചെയ്യും. കിഡ്നീസിലൊക്കെ ഒലിഗൂറിയ ഉണ്ടാവും, മെറ്റബോളിക് അസിഡോസ്, അതായത് കിഡ്നിയിലേക്ക് ഫ്ലോ കുറയുമ്പോൾ കിഡ്നി ഫെയിലിയർ വരും. അപ്പോൾ ഒലിഗൂറിയും മെറ്റബോളിക് അസിഡോസിസ് ഒക്കെ വരാം. അതുപോലെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വാസോഡൈലേറ്റർ ടു കൗണ്ടറാക്ട് ആൽഫ സ്റ്റിമുലേഷൻ. NTG ഒക്കെ കൊടുക്കുന്ന പേഷ്യൻസിന്, നമ്മുടെ NTG ഇൻഫ്യൂഷൻ ഒക്കെ വെച്ചിട്ടുള്ള പേഷ്യൻസിന് വളരെ വാസോ ഡയലറ്റേഷൻ വരുമ്പോൾ അത് കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോറഡ്രിനാലിൻ ഉപയോഗിക്കാം. അടുത്ത ഡ്രഗ് ഡോപ്പമിൻ. അപ്പം ഡോപ്പമിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡോപ്പമിന് 2 ആക്ഷൻ ഉണ്ട് അല്ലെ. ഡോപ്പമിൻ ഹാസ് ഗോട്ട് വാസോപ്രസർ ആക്ഷൻ, ഓൾസോ അയനോട്രോപിക് ആക്ഷൻ. ഇതുവരെ നമ്മൾ പറഞ്ഞത് അഡ്രിനാലിനും നോറഡ്രിനാലിനും, അത് മെയിൻലി വാസോപ്രസേഴ്സ് ആണ്, വാസോപ്രസർ ഏജൻസ് ആണ്. ഡോപ്പമിൻ ഹാസ് ഗോട്ട് വാസോപ്രസർ ആൻഡ് അയനോട്രോപിക്. അപ്പൊ എവിടെ ഉണ്ടാവുക? ഡോപ്പമിനർജിക് ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ, എൻട്രിക് നെർവ് സിസ്റ്റം, കിഡ്നി. അപ്പൊ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ആണെങ്കിൽ ബ്രെയിനിൽ, മീസെൻട്രിയിൽ, റീനൽ വാസ്കുലർ ബെഡിലൊക്കെയാണ് ഈ ഡോപ്പമിനർജിക് റിസപ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പം ആ റിസപ്റ്റേഴ്സ് ഉള്ള സ്ഥലത്തായിരിക്കും അതിന്റെ ആക്ഷൻ. എഫക്ട്സ് ഓഫ് ഡോപ്പമിൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഡോപ്പമിന്റെ ആക്ഷൻ മെയിൻലി ഡോസ് ഡിപ്പെൻഡഡ് ആണ്. അതായത് മൈൽഡ് ഡോസ്, ലോ ഡോസ് ഡോപ്പമിൻ എന്താ ഉണ്ടാവുക? അത് സ്റ്റിമുലേറ്റ് ദ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ്. എവിടെയുള്ള റിസപ്റ്റേഴ്സ്? മീസെൻട്രി, കിഡ്നി, റീനൽ വാസ്കുലർ ബെഡിലുള്ള റിസപ്റ്റേഴ്സിനെയാണ് ആക്ട് ചെയ്യുക. എന്നിട്ട് ഇറ്റ് ക്യാൻ കോസ് വാസോ ഡയലിറ്റേഷൻ.
അപ്പം നിങ്ങൾ ICU കണ്ടിട്ടുണ്ടാവും കിഡ്നി റീനൽ പേഷ്യൻസിന് കിഡ്നി യൂറിൻ ഔട്ട്പുട്ട് കുറവുള്ളതോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിനൊക്കെ ഡോപ്പമിൻ ലോ ഡോസിൽ കൊടുക്കുന്നത് കാണാം. അപ്പൊ അതാണ് അതിന്റെ ആക്ഷൻ. അത് ഡോപ്പമിൻ റിസപ്റ്റർ വഴി ആക്ട് ചെയ്തിട്ടാണ് അതിന്റെ ആക്ഷൻ. ഇനി മോഡറേറ്റ് ഡോസ് ഡോപ്പമിൻ ആണെങ്കിലോ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ β1 റിസപ്റ്റേഴ്സ് ഇൻ ദ ഹാർട്ട്. β1 റിസപ്റ്റർ ഇൻ ദ ഹാർട്ടിൽ എന്താണ് ആക്ഷൻ ഉണ്ടാവുക? ഇറ്റ് കോസസ് ഐനോട്രോപിക് ആൻഡ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ഐനോട്രോപ്പിക് ക്രോണോട്രോപ്പിക് അല്ലെ? അത് ഹാർട്ട് റേറ്റും കൂട്ടും, അതേപോലെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷനും കൂട്ടും മോഡറേറ്റ് ഡോസിൽ. ഹൈ ഡോസിൽ, വളരെ ഹൈ ഡോസ് ഡോപ്പമിൻ ആണെങ്കിൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ α1 റിസപ്റ്റേഴ്സ്. അപ്പൊ α1 റിസപ്റ്റേഴ്സിന്റെ ആക്ഷൻ എന്താ? α1 റിസപ്റ്റേഴ്സ് കോസസ് വാസോ കൺസ്ട്രിക്ഷൻ. അപ്പൊ 3 ആക്ഷനും ഉണ്ട്. ഡോപ്പമിൻ റിസപ്റ്റർ വഴിയിൽ ആക്ഷൻ ഉണ്ട്, β1 റിസപ്റ്റർ വഴി ആക്ഷൻ ഉണ്ട്, α1 റിസപ്റ്റർ വഴി ആക്ഷൻ ഉണ്ട്. അപ്പൊ ലോ ഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 to 3 മൈക്രോഗ്രാം പെർ kg പെർ. ഡോപ്പമിനും അതേപോലെ തന്നെ ഇൻഫ്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ 1 to 3 മൈക്രോഗ്രാം പെർ kg പെർ മിനിറ്റ് ആണ് ലോ ഡോസ്. അപ്പൊ അതിന്റെ ആക്ഷൻ ഇൻക്രീസസ് റീനൽ ആൻഡ് മീസെൻട്രിക് ബ്ലഡ് ഫ്ലോ ഡയലറ്റേഷൻ വഴി, വാസോഡൈലേഷൻ. മോഡറേറ്റ് ഡോസ് 3 to 10 മൈക്രോഗ്രാം പെർ kg പെർ മിനിറ്റ്. അത് ആക്ട്സ് ഓൺ ദ β1 റിസപ്റ്റേഴ്സ്. അപ്പോൾ അത് ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് ഓൾസോ ദ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ഹൈ ഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് മോർ ദാൻ 10 മൈക്രോഗ്രാം പെർ kg പെർ. α1 ആക്ഷൻ ആണ് മെയിൻലി. ഇറ്റ് കോസസ് ഇൻക്രീസ് വാസോ കൺസ്ട്രിക്ഷൻ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോറഡ്രിനാലിന്റെ ഒക്കെ പറഞ്ഞ പോലത്തെ ആക്ഷൻ ആണ് ഉണ്ടാവുക ഹൈ ഡോസിൽ. ഇറ്റ് കോസസ് സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂടും, മീൻ ആർട്ടറിയൽ പ്രഷർ കൂടും, കാർഡിയക് ഔട്ട്പുട്ട് കൂടും. അഡ്വാൻറ്റേജസ് എന്താ? അറ്റ് ലോ ഡോസ് ഞാൻ പറഞ്ഞ പോലെ കിഡ്നി പേഷ്യൻസിനൊക്കെ അല്ല, കിഡ്നി പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാം. ലോ ഡോസിൽ വെച്ച് കഴിഞ്ഞാൽ വാസോ ഡയലറ്റേഷൻ, റീനൽ ബ്ലഡ് ഫ്ലോ കൂട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ BP റെസ്പോൺസ് ഈസി ടു ടൈട്രേറ്റ്. നമുക്ക് ഏത് ഡോസിന് വേണമെങ്കിലും ടൈട്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് എന്താ? ഇൻഡയറക്റ്റ് ആക്ഷൻ ഗെറ്റ് ഡിമിനിഷ്ഡ്. നമ്മൾ ഡോസ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിച്ച ആക്ഷൻ അല്ല ഡോസിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കിട്ടുക. അപ്പൊ നമ്മൾ BP കൂട്ടാൻ വേണ്ടി വെച്ചാൽ ചിലപ്പോൾ BP കുറഞ്ഞു പോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൻ നെക്രോസിസ് ഉണ്ടാവാനുള്ള എക്സ്ട്രാവസേഷൻ ഉണ്ട്, സ്കിൻ നെക്രോസിസ് ഉണ്ടാവാം. അതുപോലെ പൾമിനറി വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവാം. ടാക്കിക്കാർഡിയ ആൻഡ് അരിത്മിയാസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോപ്പമിന്റെ സൈഡ് എഫക്റ്റിൽ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് ആണ് ടാക്കിക്കാർഡിയും അരിത്മിയാസും. കാർഡിയക് അരിത്മിയാസ് ഹാർട്ടിന്റെ മിടിപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പം ആൻജൈന പെക്ടോറിസ് അതേപോലെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. തെറാപ്യൂട്ടിക് യൂസ് എന്താ? മെയിൻലി മോഡറേറ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ ഷോക്ക്. നമ്മുടെ കിഡ്നിയിലേക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടും, കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടും. അപ്പൊ കാർഡിയോജനിക് ഷോക്കിൽ അതാണ് അറിഞ്ഞിരിക്കുന്നത്. ഡോപ്പമിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ കാർഡിയോജനിക് ഷോക്ക്. കാർഡിയോജനിക് ഷോക്കിന് എന്താണ് അതിന്റെ അർത്ഥം? കാർഡിയോജനിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ കൺട്രാക്ഷൻ കുറഞ്ഞിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞിട്ട് BP കുറയുന്ന അവസ്ഥയാണ് കാർഡിയോജനിക് ഷോക്ക്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഡോപ്പമിൻ ഉപയോഗിക്കാം. അപ്പൊ ഡോപ്പമിൻ β1 റിസപ്റ്റർ വഴി ഫോഴ്സ് ഓഫ് കൺട്രാക്ഷനും കൂട്ടും, ഫോഴ്സ് ഓഫ് ഹാർട്ട് റേറ്റും കൂട്ടും. അങ്ങനെ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാം. പിന്നെ റിഫ്രാക്ടറി കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ സെയിം ആക്ഷൻ. അപ്പോൾ മോഡറേറ്റ് ഡോസിൽ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടും വിത്തൗട്ട് ഇൻക്രീസ് ഇൻ പെരിഫറൽ വാസ്കുലർ സിസ്റ്റം. അപ്പം മെയിൻ യൂസ് എന്താ ഡോപ്പമിന്റെ? കാർഡിയോജനിക് ഷോക്ക്, അതുപോലെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അതാണ് ഓർത്തിരിക്കേണ്ടത്. പിന്നെ റീനൽ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ, അപ്പൊ റീനൽ ഫെയിലിയറിലും ഉപയോഗിക്കാം തെറാപ്പറ്റിക് യൂസസ് ഓഫ് ഡോപ്പമിൻ. അഡ്മിനിസ്ട്രേഷൻ ഓൺലി ത്രൂ സെൻട്രൽ ലൈൻ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കറക്റ്റ് ഹൈപ്പോവോളിമിയ ബിഫോർ യൂസ്. എപ്പോഴും അണ്ടർലൈൻ കോസ് ഹൈപ്പോവോളിമിയാണ്. അതായത് സ്ട്രോക്ക് വോളിയം നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞ സ്ലൈഡിൽ ഓർമ്മയില്ലേ? കാർഡിയാക് ഔട്ട്പുട്ട് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ ഹാർട്ട് റേറ്റ് കൂട്ടാണ്ട് സ്ട്രോക്ക് വോളിയം കൂട്ടിയിട്ടും കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാം. സ്ട്രോക്ക് വോളിയം എങ്ങനെ കൂട്ടാം? വോളിയം കൊടുക്കുമ്പോൾ ഹാർട്ട് റേറ്റ് കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. അപ്പോൾ അറ്റ് 5 to 10 മൈക്രോഗ്രാം പെർ kg മിനിറ്റ് ഇഫ് ദ റെസ്പോൺസ് ഇസ് നോട്ട് അഡിക്വേറ്റ്. പിന്നെ അപ്പൊ ഡോസ് നമുക്ക് അഡിക്വേറ്റ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല, നമുക്ക് രണ്ടാമത്തെ ഡ്രഗും കൂടെ ഡോപ്പമിന്റെ കൂടെ ആഡ് ചെയ്യാം. ഐദർ പിന്നെ അഡ്രിനാലിനോ മിൽറിനോണോ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. സിന്തറ്റിക് കാറ്റക്കോളമിൻ, അടുത്ത ഡ്രഗ് സിന്തറ്റിക് കാറ്റക്കോളമിൻ, ഡോബുട്ടമിൻ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ഡ്രഗ്സ് എല്ലാം കാറ്റക്കോളമിൻസിന് എന്താണ്? വാട്ട് ആർ കാറ്റക്കോളമിൻസ്? ഈ പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ കാറ്റക്കോളമിൻസ് ആണ്. കാറ്റക്കോളമിൻസ് ആർ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെ, അല്ലെങ്കിൽ ഹോർമോൺസ് വിച്ച് ആർ സെക്രീറ്റഡ് ബൈ ദ നെർവ് എൻഡിങ്സിൽ അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻസിലാണ് മെയിൻലി അഡ്രിനാലിനും നോറഡ്രിനാലിനൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ നെർവ് എൻഡിങ്സിൽ അല്ലെ അഡ്രിനൽ ഗ്ലാൻസിൽ ബ്രെയിനിലൊക്കെ ഉണ്ട്.
റിസപ്റ്റേഴ്സ്. അപ്പം നമ്മുടെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് അല്ലെ, സ്ട്രെസ് റെസ്പോൺസിന് അനുസരിച്ച് ബോഡിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യും കാറ്റക്കോളമിൻസ്. അതാണ് കാറ്റക്കോളമിൻസ്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. അപ്പം സിന്തറ്റിക് കാറ്റക്കോളമിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സിന്തറ്റിക് ആയിട്ട് അല്ലെ, നമ്മൾ ബോഡിയിൽ ഉണ്ടാവുന്നതല്ല. അപ്പം ഇറ്റ്സ് എ ഡെറിവേറ്റീവ്, ഡോപ്പമിന്റെ ഡെറിവേറ്റീവ് ആണ്, ബട്ട് നോട്ട് D1 D2 റിസപ്റ്റർ ഒന്നും അല്ല അതിന്റെ ആക്ഷൻ. അപ്പൊ അതിന്റെ ആക്ഷൻ എന്താ, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് β1 ആൻഡ് β2 അഡ്രിനർജിക് റിസപ്റ്റർ, ബട്ട് അറ്റ് തെറാപ്യൂട്ടിക് ഡോസസ് β1 എഫക്ട്സ് പ്രിഡോമിനൻസ്. അപ്പം ഇതിന്റെ ആക്ഷൻ ഡോപ്പമിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിലും ഡോപ്പമിന്റെ റിസപ്റ്റർ വഴിയല്ല അതിന്റെ ആക്ഷൻ, β1ഉം β2 റിസപ്റ്റർ വഴിയാണ് ആക്ഷൻ. അതിൽ തന്നെ മെയിൻലി ഡോസ് അനുസരിച്ച് β1 ആക്ഷൻ ആണ്. β1 ആക്ഷൻ എന്താണ്, ഹാർട്ട് റേറ്റ് കൂട്ടും, അതുപോലെ ഇൻക്രീസ്ഡ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. അതിൽ തന്നെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടും മോർ ദാൻ ഹാർട്ട് റേറ്റ്. അപ്പൊ നമുക്ക് എഫക്ട്സ് ഓഫ് ഡോബുട്ടമിൻ നോക്കാം. ഡോബുട്ടമിനകത്ത് പറഞ്ഞ പോലെ β1 ആക്ഷൻ എന്താ, ഹാർട്ട് റേറ്റ് കൂട്ടും, കൺട്രാക്ടിലിറ്റി കൂട്ടും, കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടും, BP കൂട്ടും. β2 ആക്ഷൻ വഴി സിസ്റ്റമിക് വാസ്കുലർ കുറയും, ലെഫ്റ്റ് വെൻട്രിക്കുലർ എൻഡോസ്റ്റോളിക് പ്രഷർ കുറയും, പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കുറയും, ലെഫ്റ്റ് LA പ്രഷറും കുറയും. അപ്പൊ മെയിൻലി β1 ആക്ഷൻ വഴി ഹാർട്ട് റേറ്റും കൺട്രാക്ടിലിറ്റി ഒക്കെ കൂട്ടിയിട്ട് കാർഡിയക് ഔട്ട്പുട്ടും BP ഒക്കെ കൂടും. അഡ്വാൻറ്റേജ് എന്താ, ഇറ്റ്സ് ആഫ്റ്റർ ലോഡ് അല്ലെ, ഹാർട്ടിന്റെ ആഫ്റ്റർ ലോഡ് കുറയ്ക്കാൻ പറ്റിയ ഡ്രഗ് ആണ്. അപ്പൊ അത് ഇംപ്രൂവ്സ് ദ LV ആൻഡ് RV ഫംഗ്ഷൻ. LV ഡിസ്ഫങ്ഷൻ ഉള്ള പേഷ്യന്റോ അല്ലെങ്കിൽ RV ഡിസ്ഫങ്ഷൻ ഉള്ള പേഷ്യന്റോ എനിക്ക് ആഫ്റ്റർ ലോഡ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ റീനൽ ബ്ലഡ് ഫ്ലോ മേ ഇൻക്രീസ്. അതായത് ഡോപ്പമിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു റീനൽ ബ്ലഡ്. അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്താ, ഡോപ്പമിൻ പോലെ തന്നെ ഇറ്റ് ക്യാൻ കോസ് ടാക്കിക്കാർഡിയ, അൺവാണ്ടഡ് അരിത്മിയാസ്, ഹാർട്ടിന്റെ മിടിപ്പില് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ടാക്കിഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, ടാക്കിഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രഗ് കുറെ നേരം കൊടുത്തു കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് ഡോസസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻസി കുറയാം. അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ഡോസ് കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ലോങ് ഇൻഫ്യൂഷൻസ് മോർ ദാൻ 24 hours അല്ലെങ്കിൽ മോർ ദാൻ 48 hours ഇൻഫ്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡ്രഗിന്റെ പൊട്ടൻസി കുറഞ്ഞ് അതിന്റെ യൂസ് അല്ല അതിന്റെ ആക്ഷൻ കുറഞ്ഞു വരും. അപ്പൊ അങ്ങനത്തെ ഡ്രഗ് ആണ് ഡോബുട്ടമിൻ. അപ്പൊ 74 hours മുകളിലൊന്നും വെക്കാൻ പാടില്ല. അതുപോലെ കൊറോണറി സ്റ്റീൽ സിൻഡ്രോം, സ്ട്രോക്ക് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. നോൺ സെലക്റ്റീവ് വാസോ ഡയലറ്റർ ആണ്. അപ്പൊ വാസോ ഡയലറ്റർ എഫക്ട് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കണം പേഷ്യൻസിന് കൊടുക്കുമ്പോൾ. മൈൽഡ് ഹൈപ്പോകലീമിയ ഉണ്ടാക്കാൻ വരെ സാധ്യതയുണ്ട്. ഇപ്പൊ തെറാപ്യൂട്ടിക് യൂസ് എന്താ, കാർഡിയോജനിക് ഷോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കാർഡിയോജനിക് ഷോക്കിന് ആണ് ഇതിന്റെ ഇൻഡിക്കേഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ, കാർഡിയക് സർജറിയിലൊക്കെ മെയിൻലി ഉപയോഗിക്കുന്ന അയനോട്രോപ്പാണ് ഡോബുട്ടമിൻ. റിഫ്രാക്ടറി കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അപ്പൊ മെയിൻലി ഡോപ്പമിൻ മെയിൻലി നമ്മൾ ഈ പറഞ്ഞ പോലെ അയനോട്രോപ്പാണ്, വാസോപ്രസർ അല്ല, ഇറ്റ്സ് ആൻ അയനോട്രോപ്പിക് ഏജന്റ്. അതും ഇറ്റ് ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റ് ത്രൂ ദ സെൻട്രൽ ലൈൻ. ഡോസ് എന്താണ്, 2 to 20 മൈക്രോഗ്രാം പെർ kg/minute. അതാണ് അതിന്റെ ഡോസ്. അത് ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കാറ്. അപ്പൊ ഏറ്റവും ലോ ഡോസ് 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, 20 വരെ മാക്സിമം 20 മൈക്രോഗ്രാം പെർ kg/minute വരെ പോവാം. അപ്പൊ ഇറ്റ് ഇൻക്രീസസ് ദ കാർഡിയക് ഔട്ട്പുട്ട് വിത്ത് ലെസ് ഇൻക്രിമെന്റ് ഇൻ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കൂട്ടാണ്ട് കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടും. അതേപോലെ സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂട്ടാനും ബീറ്റ ബ്ലോക്കർ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് പറ്റും. ഇനി നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ നമ്മൾ കാറ്റക്കോളമിൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം സിന്തറ്റിക്കും അല്ലാത്തതും നമ്മൾ കാറ്റക്കോളമിൻസിനാണ്. അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞത് തന്നെ, എല്ലാം കോസസ് അരിത്മോജനിക്, എല്ലാം അരിത്മോജനിക് ആണ്. അതിൽ അഡ്രിനാലിനും ഐസോപ്രോട്ടനോളൊക്കെയാണ് ഏറ്റവും അരിത്മോജനിക് ആയിട്ടുള്ളത്. ഹൈപ്പർടെൻസി ക്രൈസിസ് ഉണ്ടാക്കാം. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ട്രമേഴ്സ്, ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ് ഒക്കെ ഉണ്ടാവാം. തന്നെ അഡ്വേഴ്സ് എഫക്ട്സ് CNS ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റ്ലെസ്നെസ്, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവാം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ അരിത്മിയാസും അഞ്ചൈന പെക്ടോറിസ് ഒക്കെ ഉണ്ടാവാം. അതൊക്കെയാണ് അഡ്വേഴ്സ് എഫക്ട്സ്. അടുത്ത ഡ്രഗ് ആക്ച്വലി നമ്മുടെ ടോപ്പിക്കിൽ വരാത്ത ഡ്രഗ് ആണ്. ആക്ച്വലി നമ്മൾ ഇന്നത്തെ ടോപ്പിക് മെയിൻലി വാസോപ്രസേഴ്സും അയനോട്രോപിക് ഏജൻസും ആണ്. അപ്പം അതിൽ വരാത്തൊരു ഡ്രഗാണ് എഫിഡ്രിൻ. പക്ഷെ നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ഡ്രഗ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ളതും എഫിഡ്രിൻ ആയിരിക്കും. അതുകൊണ്ടാണ് അതും കൂടെ ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ എഫിഡ്രിൻ എന്താ, ഇറ്റ്സ് എ നോൺ കാറ്റക്കോളിൻ. ഇതുവരെ പറഞ്ഞ കാറ്റക്കോളമിനെ അല്ല അത്. ഇറ്റ്സ് നോട്ട് എ കാറ്റക്കോളമിൻ, ഇറ്റ്സ് എ ഡയറക്ട്ലി ആക്ടിങ് അഡ്രിനർജിക്. അപ്പൊ എഫിഡ്രിൻ ഡയറക്റ്റ് ആക്ഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ആക്ഷൻ ഉണ്ട്. ഡയറക്ട്ലി ഇറ്റ് സ്റ്റിമുലേറ്റ്സ് α1, β1 ആൻഡ് β2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനും, അതുപോലെ ഇൻഡയറക്ട്ലി അത് നോറഡ്രിനാലിൻ റിലീസ് ഫ്രം ദ നോറഡ്രിനർജിക് ഫൈബേഴ്സ്. നെർവ് എൻഡിലുള്ള സിനാപ്സിൽ നോറഡ്രിനാലിൻ
സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഇൻഡയറക്ട്ലി ആക്ട് ചെയ്ത് അത് റിലീസ് ചെയ്യും. അപ്പൊ നോറഡ്രിനാലിന്റെ ആക്ഷൻ ഇൻഡയറക്ട്ലി നോറഡ്രിനാലിന്റെ ആക്ഷൻ ഇൻഡ്യൂസ് ചെയ്യും. ഡയറക്ട്ലി ആക്ഷൻ ഉണ്ട് ബൈ ആൽഫ 1, ബീറ്റ 1 ആൻഡ് ബീറ്റ 2 റിസപ്റ്റർ. അതുപോലെ റിപ്പീറ്റഡ് ഇഞ്ചക്ഷൻ കോസസ് ടാക്കിഫൈൽ. നേരത്തെ പറഞ്ഞു റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ടാക്കിഫൈലസ് ഡോപ്പുട്ടമിൻ പറഞ്ഞ പോലെ. ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു മാവോ. മാവോ റിസപ്റ്റർ റെസിസ്റ്റന്റ് ആണത്. മോണോഅമിനൈസ് ഓക്സിഡേസ് ക്രോസസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഇറ്റ്സ് പ്ലാൻ ഡിറൈവ്ഡ് ആണ്. സിമ്പതോമിമെറ്റിക് ഡ്രഗ് ആണ്. എന്താണ് സിമ്പതോമിമെറ്റിക് ഡ്രഗ്? നമ്മുടെ റെസ്പോൺസ് ഒക്കെ കൂട്ടുന്നത്. എഫക്ട്സ്, അതായത് ഹാർട്ട് റേറ്റ് കൂട്ടും, കൺട്രാക്ടിവിറ്റി കൂട്ടും, കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടും, BP കൂട്ടും, സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസും കൂട്ടും, പ്രീലോഡും കൂട്ടും. അപ്പൊ നിങ്ങളെല്ലാം എവിടെയാണ് എഫിഡ്രിൻ കണ്ടിട്ടുണ്ടാവുക? എഫിഡ്രിൻ മെയിൻലി സ്പൈനൽ അനസീഷ്യ അല്ലെ? സ്പൈനൽ അനസീഷ്യ കൊടുത്തിട്ട് ഹൈപ്പോടെൻഷൻ പോകുമ്പോൾ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് എഫിഡ്രിൻ ആണ്. അപ്പൊ അതിന്റെ സിമ്പതോമിമെറ്റിക് ആക്ഷൻ കൊണ്ടാണ് നമ്മൾ അത് ഡ്രഗ് ഉപയോഗിക്കുന്നത്. ഹാർട്ട് റേറ്റ്, കൺട്രാക്ടിവിറ്റി ഒക്കെ കൂട്ടി കാർഡിയക്. അത് മെയിൻലി അതിന്റെ ആക്ഷൻ ഇൻഡയറക്ട്ലി നോറഡ്രിനാലിന്റെ ആക്ഷൻ, നോറഡ്രിനാലിന്റെ ഇൻഡയറക്റ്റ് ആക്ഷൻ ആണ് വരുന്നത്. അഡ്വാൻറ്റേജസ് എന്താ? ഈസിലി ടൈട്രേറ്റഡ്. നമ്മൾ ബോളസ് ആയിട്ടാണ്, നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മൾ ഇൻഫ്യൂഷൻസ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എഫിഡ്രിൻ നമുക്ക് ബോളസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഈസിലി ടൈട്രേറ്റ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു ഡോസ് കൊടുത്തിട്ട് വേണമെങ്കിൽ നിർത്താം, അടുത്ത സെക്കൻഡ് ഡോസ് കൊടുക്കാം. അപ്പൊ ഈസിലി ടൈട്രേറ്റ്, ഷോർട്ട് ഡ്യൂറേഷൻ ആക്ഷൻ. IM കൊടുക്കുമ്പോൾ ആക്ഷൻ പ്രൊലോങ് ചെയ്യും. സേഫ് ഇൻ പ്രഗ്നൻസി. നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക LSCS അല്ലേ? LSCS സ്പൈനിൽ കൊടുത്തു, പ്രഷർ കുറഞ്ഞു, ഹൈപ്പർടെൻഷൻ വന്നു, എഫിഡ്രിൻ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇറ്റ് ഇസ് സേഫ് ഇൻ പ്രഗ്നൻസി. ഐഡിയൽ ടു കറക്റ്റ് sympathectomy induced relative hypovolemia after spinal or epidural. ഇതുവരെ പറഞ്ഞ സ്പൈനലിൽ അല്ലെങ്കിൽ എപ്പിഡ്യൂറലിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഡിസഡ്വാൻറ്റേജ് എന്താ? ഇത് ഞാൻ പറഞ്ഞു ഇൻഡയറക്റ്റ് ആക്ഷൻ ആണ്. അതിന്റെ നോറഡ്രിനാലിന്റെ സ്റ്റോർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ഷൻ തീർന്നു. അപ്പൊ എഫക്റ്റീവ് ഡിഗ്രീസ് വിത്ത് നോറഡ്രിനാലിൻ സ്റ്റോർ ഗെറ്റ്സ് ഡിപ്ലീറ്റഡ്. പിന്നെ മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ. മാവോ നേരത്തെ നമ്മൾ പറഞ്ഞു മോണോഅമിനൈൻ ഓക്സിഡേസിന്റെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് മാവോ ഇൻഹിബിറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എഫിഡ്രിൻ കൊടുത്തു കഴിഞ്ഞാൽ മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ്? നമുക്ക് IV ആയിട്ട്, നിങ്ങളെ കോട്ടിയിൽ IV ആയിട്ടൊക്കെയും കൊടുക്കുന്നുണ്ടാവും അല്ലെ? 5 മില്ലിഗ്രാം ആയിട്ട് ബോളസ് ആയിട്ട് ഒരു തവണ കൊടുക്കും. പിന്നെ പ്രഷർ പിന്നെ നിന്നില്ലേ സെക്കൻഡ് ടൈം. അപ്പൊ IV ആയിട്ട് കൊടുക്കും, IM ആയിട്ട് കൊടുക്കും. IM ആയി കൊടുക്കുമ്പോൾ ഡോസ് കൂട്ടി കൊടുക്കണം. 25 to 50 മില്ലിഗ്രാം കൊടുക്കണം. ഇറ്റ് ക്യാൻ ബി ഗീവൻ ഓറലിയും കൊടുക്കാം, സബ്ക്യൂട്ടനൈസ് ആയിട്ടും കൊടുക്കാം, എല്ലാം കൊടുക്കാം. റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ വേറൊരു ഡ്രഗാണ് മെഫെന്റർമിൻ. മെഫെന്റർമിനും ഈ എഫിഡ്രിൻ പോലെ തന്നെയാണ്. നിങ്ങൾ അത് മെഫെന്റർമിനും പലവരും ഉപയോഗിച്ചിട്ടുണ്ടാവും. മെഫെന്റർമിൻ ഓൾസോ സെയിം ആക്ഷൻ ആണ്. ബട്ട് അതിന് എഫിഡ്രിൻ പോലെ ഡയറക്റ്റ് ആക്ഷൻ ഇല്ല. എല്ലാം ഇൻഡയറക്റ്റ് ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നോറഡ്രിനാലിൻ അല്ലെങ്കിൽ കാറ്റക്കോളമിൻസ് സ്റ്റോർ ചെയ്ത സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിട്ട് അതിന്റെ റിലീസ് ഉണ്ടാക്കും. അപ്പൊ ആ കാറ്റക്കോളമിന്റെ ആക്ഷൻ ആയിരിക്കും. അപ്പൊ മെയിൻലി മെഫെന്റർമിൻ ഇൻഡയറക്റ്റ് ആക്ഷനേ ഉള്ളൂ. എഫിഡ്രിനെ പോലെ ഡയറക്റ്റ് ആക്ഷൻ ഇല്ല. പിന്നെ കമ്പാരിറ്റീവ്ലി മെഫെന്റർമിൻ കമ്പയർ ചെയ്യുമ്പോൾ എഫിഡ്രിൻ ആണ് കുറേയും കൂടെ നമുക്ക് ഡോസ് ടൈട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈസി. അതുപോലെ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. അതായത് നോസിയ, വോമിറ്റിംഗ്, ടാക്കിക്കാർഡിയ ഇതൊക്കെ കുറവായിരിക്കും മെഫെന്റർമിനെ കമ്പയർ ചെയ്യുമ്പോൾ എഫിഡ്രിൻ. അടുത്തത് ഫിനൈലെഫ്രിൻ. അപ്പം ഫിനൈലെഫ്രിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ OT-യിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രെനിൻ അല്ലെ? അതും ഇതേപോലെ സ്പൈനൽ അനസ്തീഷ്യ കൊടുത്തിട്ട് BP എഫിഡ്രിൻ കൊടുത്തിട്ടും BP നിൽക്കുന്നില്ലെങ്കിൽ ഫിനൈലെഫ്രിൻ, ഫ്രെനിൻ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊടുക്കുന്നത്. അപ്പൊ ഇറ്റ്സ് ഫിനൈലെഫ്രിൻ എന്താ? പ്യൂർലി സിന്തറ്റിക് ആണ് ഡ്രഗ്. ഇറ്റ്സ് ആക്ട്സ് ഓൺ പ്രീസിനാപ്റ്റിക് ആൽഫ 1. പ്രീസിനാപ്റ്റിക് ആൽഫ 1 റിസപ്റ്റേഴ്സിലാണ് എന്റെ ആക്ഷൻ. അപ്പം ആൽഫ 1 ആക്ഷൻ എന്താ? കോസസ് വാസോ കൺസ്ട്രിക്ഷൻ. മെയിൻലി ആർട്ടീരിയോറൽ കൺസ്ട്രക്ഷൻ ആണ് കമ്പയർഡ് ടു ദ വീനസ് കൺട്രാക്ഷൻ ഒക്കെ ഉള്ളു. ആർട്ടറീസ് ആണ് കൂടുതൽ കൺട്രാക്ട് ചെയ്യുക വീനസ് കൺട്രാക്ഷനേക്കാളും. വാസോ കൺസ്ട്രിക്ഷൻ ആണ് ഫിനൈലെഫ്രിന്റെ ആക്ഷൻ. അപ്പൊ എന്താ ഉണ്ടാവുക? നേരത്തെ പറഞ്ഞ പോലെ ആൽഫ 1 ആക്ഷൻ അല്ലേ? ആൽഫ 1 ആക്ഷൻ ആകുമ്പോൾ ഹാർട്ട് റേറ്റിലും പ്രത്യേകിച്ച് ഒന്നുമില്ല, കൺട്രാക്ടിവിറ്റിയിലും പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നുമില്ല. പക്ഷെ ഇറ്റ് കോസസ് ഇൻക്രീസ് ഇൻ BP കൂട്ടുന്ന എങ്ങനെയാ? വാസോ കൺസ്ട്രിക്ഷൻ വഴി സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂട്ടും, എന്നിട്ട് BP കൂട്ടും. അഡ്വാൻറ്റേജസ് എന്താ? ഇറ്റ്സ് വെരി ഷോർട്ട് ആക്ടിങ് അല്ലെ? വളരെ നിങ്ങൾക്ക് ബോളസ് ആയിട്ട് കൊടുക്കാം. ഷോർട്ട് ആക്ടിങ് ആണ്. കൊടുത്തിട്ട് പ്രഷർ കുറയുമ്പോൾ പെട്ടെന്ന് കൊടുക്കാം. ഇൻക്രീസ്ഡ് പെർഫ്യൂഷൻ പ്രഷർ വിത്ത് ലോ സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ്. സിസ്റ്റം വാസ്കുലർ റെസിസ്റ്റൻസ് കുറവുള്ള സ്ഥലങ്ങളിൽ അത് പെർഫ്യൂഷൻ പ്രഷർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ ഹൈപ്പോട്ടൻസി സ്റ്റേജസിൽ സെർബൽ പെർഫ്യൂഷൻ പ്രഷറും കൂട്ടാൻ വേണ്ടിയിട്ട് ഫിനൈലെഫ്രിൻ ഉപയോഗിക്കാം. അതുപോലെ
ഫിക്സഡ് കാർഡിയക് ഔട്ട്പുട്ട് ലീഷൻസ് നിങ്ങൾ ഈ പീഡിയാട്രിക്കിലൊക്കെ ഉണ്ട്, ടെട്രോളജി ഓഫ് ഫാലറ്റിൽ അല്ലെങ്കിൽ വാൾവുലാർ ഡിസീസിലൊക്കെ, അതൊക്കെ ഫിക്സഡ് കാർഡിയക് ഔട്ട്പുട്ട് ഡിസീസിൽ, അതിലൊക്കെ ഹൈപ്പർ ടെൻഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീനൈലെഫ്രിൻ കൊടുക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്താ? ഇറ്റ് കോസസ് ഇത് ഇൻക്രീസസ് ദ പെരിഫറൽ വാസ്കുലർ, സിവിയർ വാസോ കൺസ്ട്രക്ടർ ആണ്, അപ്പം ആർട്ടീരിയോളർ കൺസ്ട്രക്ടർ ആണ്, അപ്പം PVR കൂട്ടും. ഡിക്രീസ്ഡ് സ്ട്രോക്ക് വോളിയം സെക്കൻഡറി ടു ഡിക്രീസ് ഇൻ ആഫ്റ്റർ ലോഡ്. പിന്നെ ഇറ്റ് മേ പ്രൊഡ്യൂസ് കൊറോണറി ആർട്ടറി, എല്ലാ സ്ഥലത്തും സ്പാസ് ഉണ്ടാക്കുന്നത് പോലെ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് കൊറോണറി ആർട്ടറി, നമ്മുടെ ഹാർട്ടിലെ വെസൽസിനെയും കൺസ്ട്രക്ട് ചെയ്തിട്ട് അഞ്ചൈന പോലെ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാ? ഹൈപ്പർ ടെൻഷൻ ഡ്യൂ ടു പെരിഫറൽ വാസോഡൈലേഷൻ. നമ്മൾ മെയിൻലി നിങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക മെയിൻലി തിയേറ്റേഴ്സിൽ സ്പൈനൽ അനസ്തീഷ്യ കൊടുത്തിട്ടൊക്കെ ഹൈപ്പർ ടെൻഷൻ അല്ലെ, ഡ്യൂ ടു പെരിഫറൽ വാസോഡൈലേഷൻ. ടെമ്പററി തെറാപ്പി, ഷോർട്ട് ആക്ടിംഗ് ആണ്, അപ്പൊ ടെമ്പററി തെറാപ്പിയാണ്. പിന്നെ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ഈ കാർഡിയക് സർജറീസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള യൂസ് നേസൽ ഡീകൺജസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാം. മൂക്കടപ്പ് അല്ലെ, മൂക്കടപ്പിന്റെ സമയത്ത് സ്യൂഡോഎഫെഡ്രിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിനോലെഫ്രിന്റെ ഫാമിലിയിൽ പെട്ടതാണ്, അപ്പൊ അത് നേസൽ ഡീകൺജസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഡോസേജ് എന്താ? ഇൻഫ്യൂഷൻ ഡോസ് ആണെങ്കിൽ 0.5 to 10 മൈക്രോഗ്രാം പെർ kg/minute, അത് ഇൻഫ്യൂഷൻ ആയിട്ടും കൊടുക്കാം. യൂഷ്വലി ബോളസ് ആയിട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ OT-യിൽ കണ്ടിട്ടുണ്ടാവുക, അത് 1 to 10 മൈക്രോഗ്രാം പെർ kg ബോളസ് ആണ് കൊടുക്കുക. ഫോർ ടെട്രോളജി ഫാലറ്റിലൊക്കെ 5 to കുറച്ചുകൂടെ ഹൈ ഡോസ് 10 to 5 to 50 മൈക്രോഗ്രാം പെർ kg ഒക്കെ കൊടുക്കാം. അടുത്തത് വാസോപ്രസിൻ. വാസോപ്രസിൻ എന്താണ്? വാസോപ്രസിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഡ്രഗ് തന്നെയായിരിക്കും വാസോപ്രസിൻ. അത് എൻഡോജീനസ് ആന്റി ഡയറോട്ടിക് ഹോർമോൺ, നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവുന്ന ആന്റി ഡയറോട്ടിക് എൻഡോജീനസ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഈ വാസോപ്രസിൻ എന്ന് പറയുന്നത്, ആന്റി ഡയറോട്ടിക് ഹോർമോൺ. അപ്പോൾ ഇതിന് നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും, വാസോപ്രസിൻ 2 റിസപ്റ്റർ വഴിയാണ് ഇതിന്റെ ആക്ഷൻ. ഒന്ന് V1 റിസപ്റ്റർ വഴിയും V2 റിസപ്റ്റർ വഴിയും. അപ്പൊ V1 റിസപ്റ്റർ വഴിയാണ് അതിന്റെ മെയിൻ ആക്ഷൻ, പെരിഫറൽ വാസോ കൺസ്ട്രക്ഷൻ. നമ്മുടെ ആവശ്യം എന്താ? വെസൽസ് വാസോ പ്രഷറാണ്, വെസൽസ് കൺസ്ട്രക്ട് ചെയ്ത് പ്രഷർ കൂട്ടണം, അത് V1 വഴിയാണ്. അപ്പൊ ഇതിന് ഈ ബീറ്റ റിസപ്റ്റേഴ്സോ ആൽഫ റിസപ്റ്റേഴ്സോ അങ്ങനത്തെ അഡ്രിനർജിക് നമ്മൾ ഇതുവരെ പറഞ്ഞ റിസപ്റ്റേഴ്സിലൊന്നും ഇതിന് ആക്ഷൻ ഇല്ല. ആൽഫ റിസപ്റ്റർ, ബീറ്റ റിസപ്റ്റേഴ്സിലൊന്നും ഇതിന് ആക്ഷൻ ഇല്ല. മോർ കൺസ്ട്രക്ഷൻ എവിടെയാ? സ്കിന്ന്, അഡിപ്പസ് ടിഷ്യൂ, ഇൻഡസ്റ്റൈൻ, അവിടേക്കാണ് ഇതിന് മെയിൻ ആക്ഷൻ. അപ്പം വാസോപ്രസിൻ ആക്ട്സ് ഓൺ V1 റിസപ്റ്റർ ടു സ്റ്റിമുലേറ്റ് ദ സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ഓഫ് ദ വെസൽസ്. അതുപോലെ V2 റിസപ്റ്റേഴ്സ് എവിടെയാണ്? V2 റിസപ്റ്റേഴ്സ് കിഡ്നിയിലാണ് ഉള്ളത്. അപ്പൊ ഇത് കോസസ് റീനൽ റീഅബ്സോർപ്ഷൻ, അപ്പൊ ഇൻക്രീസ്ഡ് ബ്ലഡ് വോളിയം കൂട്ടും. അപ്പൊ അതാണ് കിഡ്നിയിലാണ് V2 റിസപ്റ്റേഴ്സിന്റെ ആക്ഷൻ. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അയനോട്രോപ്പിക്കോ ക്രോണോട്രോപ്പിക്കോ എഫക്ട്സ് ഒന്നുമില്ല. ഇത് പ്യുവർ വാസോപ്രസർ ആണ്. ഇതിന് അഡ്രിനർജിക് റിസപ്റ്റേഴ്സിലൊന്നും, നമ്മൾ ഇതുവരെ പഠിച്ച അഡ്രിനർജിക് റിസപ്റ്റേഴ്സിലൊന്നും ഇതിന് ആക്ഷനേ ഇല്ല. അപ്പൊ ഒള്ളി BP ആൻഡ് സിസ്റ്റമിക് വാസ്കുലർ ഇൻക്രീസ് വിത്ത് വാസോപ്രസർ. പക്ഷെ അപ്പം ഹാർട്ട് റേറ്റ് കൂടെ അല്ലെങ്കിൽ വേറെ കാർഡിയക് ഔട്ട്പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒള്ളി BP, പ്രഷർ, വാസോ കൺസ്ട്രക്ഷൻ വഴി സിസ്റ്റമിക് വാസ്കുലർ കൂട്ടും, അങ്ങനെ BP കൂട്ടും. അഡ്വാൻറ്റേജസ് എന്താ? ഈ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ അത് അഡ്രിനർജിക് സിസ്റ്റമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള അഡ്രിനർജിക് റിസപ്റ്റേഴ്സിന്റെ കാറ്റഗോളമിൻസിന്റെ കാര്യം പറഞ്ഞ പോലെ അതിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് ഒന്നുമില്ല. ആരിത്മിയാസും അല്ലാത്ത അഞ്ചൈനയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെൻ ഫിനൈലെഫ്രിൻ ഓർ നോറെപ്പിനെഫ്രിൻ ഈസ് ഇൻഎഫക്റ്റീവ്, അതായത് നമ്മൾ ഫിനൈലെഫ്രിനോ അല്ലെങ്കിൽ നോറഡ്രിനാലിനോ കൊടുത്തിട്ടും ഇൻഎഫക്റ്റീവ്, അല്ലെങ്കിൽ ആസ് എ തേർഡ് ലൈൻ ഡ്രഗ് ആയിട്ട് വാസോപ്രസിൻ ഉപയോഗിക്കാം. അപ്പൊ ആദ്യം നമ്മൾ പ്രഷേഴ്സ് കുറവാണ്, അപ്പൊ വാസോ കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ മെയിൻ ഉദ്ദേശമെങ്കിൽ നോറഡ്രിനാലിൻ ഇൻഫ്യൂഷൻ ഉപയോഗിക്കാം. എന്നിട്ടും അല്ലെങ്കിൽ ബോളസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഫെനിലെഫ്രിൻ കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ തേർഡ് ലൈൻ ആയിട്ട് വാസോപ്രസിൻ ഉപയോഗിക്കാം. ഇൻക്രീസ്ഡ് കൊറോണറി പെർഫ്യൂഷൻ ആഫ്റ്റർ അറസ്റ്റ്. അപ്പം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ കാർഡിയോപൾമണറി റീസസിറ്റേഷനിൽ ഒരു ഭാഗമായിരുന്നു വാസോപ്രസിൻ. നമ്മൾ അഡ്രിനാലിൻ ബോളസ് കൊടുത്തിട്ട് തേർഡ് ഡോസ് ഓഫ് അഡ്രിനാലിൻ കൊടുത്തിട്ടും എഫക്ട് ഇല്ലെങ്കിൽ ഈസ് റീപ്ലേസ്ഡ് ബൈ വാസോപ്രസിൻ. 40 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആയിരുന്നു. അതിപ്പോ ഗൈഡ് ലൈൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാർഡിയോപൾമണറി റീസസിറ്റേഷൻ ഗൈഡ് ലൈൻസിൽ ഇപ്പൊ ഇല്ല. അപ്പൊ അത് ഇൻക്രീസസ് ദ കൊറോണറി പെർഫ്യൂഷൻ ആഫ്റ്റർ അറസ്റ്റ്, അതായിരുന്നു അതിന്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഇറ്റ് ഡിക്രീസസ് ദ സ്പ്ലാഞ്ചനിക് സർക്കുലേഷൻ, അഡ്വേഴ്സ് എഫക്ട്സ്, സിവിയർ കൺസ്ട്രക്ഷൻ, വാസോ കൺസ്ട്രക്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടുള്ള അഡ്വേഴ്സ് എഫക്ട്സ്, പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്ഷൻ കുറയ്ക്കും, ഡിക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്ഷൻ, ലാക്ടിക് അസിഡോസിസ് ഈസ് കോമൺ, ലാക്ടിക് അസിഡോസിസ്, അനേറോബിക് മെറ്റബോളിസം, പെരിഫറീസിലൊക്കെ വാസോ കൺസ്ട്രക്ഷൻ, സിവിയർ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ട് ലാക്ടിക് അസിഡോസിസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വാസോപ്രസിൻ. അപ്പൊ യൂസസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ആദ്യം
പണ്ട് ആദ്യത്തെ ഗൈഡ് ലൈൻസിൽ ആൾട്ടർനേറ്റീവ് ടു എപ്പിനെഫ്രിൻ ഇൻ കാർഡിയക് അരിത്മിയ, റിഫ്രാക്ടറി കാർഡിയക് അരിത്മിയയിലൊക്കെ നമ്മൾ CPR കൊടുത്തിട്ട് അഡ്രിനാലിൻ കൊടുത്തിട്ടും റിവൈവ് ആവാത്ത പേഷ്യൻസിന് 3rd ഡോസ് ഓഫ് അഡ്രിനാലിൻ വാസ് റീപ്ലേസ്ഡ് ബൈ 40 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഓഫ് പിന്നെ വാസോപ്രസിൻ. ഇപ്പൊ അത് ഗൈഡ് ലൈൻസ് എടുത്ത് മാറ്റി. ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തതിന് മാത്രം യൂസസ് ഓഫ് സെപ്റ്റിക് ഷോക്കിൽ നമ്മൾ എന്താ പഠിച്ചത്? ഡ്രഗ് ഓഫ് ചോയ്സ് എന്തായിരുന്നു? നോറഡ്രിനാലിൻ അല്ലെ? നോറഡ്രിനാലിനായിരുന്നു ഡ്രഗ് ഓഫ് ചോയ്സ്. അപ്പൊ നോറഡ്രിനാലിൻ ഉപയോഗിച്ചിട്ടും സെപ്റ്റിക് ഷോക്ക് റിക്കവർ ആവാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വാസോപ്രസിനും കൂടെ ആഡ് ചെയ്യാം. അതേപോലെ വാസോപ്ലീജിയ ആഫ്റ്റർ ബൈപ്പാസ്, അതൊക്കെ നോറഡ്രിനാലിന്റെ നമ്മൾ യൂസസിൽ പറഞ്ഞതാണ്. വാസോപ്ലീജിയ ആഫ്റ്റർ ബൈപ്പാസ്. പിന്നെ ഡ്രഗ് ഇന്ററാക്ഷൻ റിലേറ്റഡ് ടു ഹൈപ്പർടെൻഷൻ സച്ച് ആസ് AC ഇൻഹിബിറ്റേഴ്സ്, വേറെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷനിലൊക്കെ നമുക്ക് വാസോപ്രസിൻ ഉപയോഗിക്കാം. ഡോസ് എത്രയാ? 0.03 യൂണിറ്റ്സ് പെർ മിനിറ്റ് ഇൻഫ്യൂഷൻ ആയിട്ടുള്ളത് കൊടുക്കുന്ന ഡോസാണ് ഇത് പറഞ്ഞത്. അപ്പോൾ മെയിൻലി നമ്മൾ പിന്നെ എന്താ പറയാ, നമ്മൾ അഡ്രിനാലിൻ മെയിൻ പ്രൈമറി ഡ്രഗ്സ് യൂസ് ആവുന്നില്ലെങ്കിൽ, നോറഡ്രിനാലിൻ അല്ലെങ്കിൽ ഫിനൈലെഫ്രിൻ ഒക്കെ ഉപയോഗിച്ചിട്ടും പ്രഷേഴ്സിലൊന്നും വേരിയേഷൻ വരുന്നില്ലെങ്കിൽ, നമ്മൾ വിചാരിച്ചത്ര പ്രഷേഴ്സ് വേരിയേഷൻ വരുന്നില്ലെങ്കിലാണ് നമുക്ക് ലൈഫ് ലൈൻ ഡ്രഗ് ആയിട്ട് വാസോപ്രസിൻ ഉപയോഗിക്കാം. മിൽറിനോൺ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ മിൽറിനോൺ ആൻഡ് ഡോബുട്ടമിൻ, അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലെ അയനോട്രോപ്സ്. അപ്പോൾ ഇതിന് രണ്ടിനെയും, ഡോബുട്ടമിനെയും മിൽറിനോണും നമുക്ക് അയനോഡയലേറ്റേഴ്സ് എന്ന് പറയും. അയനോഡയലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പവർഫുൾ അയനോട്രോപിക് എഫക്റ്റും ഉണ്ട്, അതുപോലെ വാസോഡയൽട്ടറി എഫക്റ്റും ഉണ്ട്. അപ്പൊ മിൽറിനോൺ ഡോബുട്ടമിനൊക്കെ വെക്കുമ്പോൾ പ്രഷർ കുറയാനുള്ള സാധ്യതയുണ്ട്. അതാണ് വാസോഡയൽറ്റേഷൻ എഫക്റ്റ് വഴി. അപ്പം ഇറ്റ്സ് എ പവർഫുൾ അയനോട്രോപിക് ഏജന്റ് വിത്ത് വാസോഡയൽട്ടറി പ്രോപ്പർട്ടീസ്. മിൽറിനോണിന്റെ ആക്ഷൻ എന്താ? ഫോസ്ഫോഡൈഎസ്ട്രേസ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ ഇത് വഴിയാണ് അതിന്റെ ആക്ഷൻ. അപ്പൊ അതുവഴി ഇൻക്രീസസ് ദ ലെവൽസ് ഓഫ് സൈക്ലിക് AMP. അപ്പൊ സൈക്ലിക് AMPന്റെ അതിന്റെ രണ്ട് ആക്ഷൻസ്, ഒന്ന് സൈക്ലിക് AMP നമ്മുടെ ഹാർട്ടിലെ മയോസൈറ്റ്സിൽ ആക്ട് ചെയ്തിട്ട് കാർഡിയക് സ്റ്റിമുലേഷൻ ഉണ്ടാക്കും. അങ്ങനെ അത് കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടും. അതാണ് അതിന്റെ അയനോട്രോപിക് എഫക്ട്. പിന്നെ സൈക്ലിക് AMP ഹാസ് ഗോട്ട് വാസോഡയൽട്ടറി എഫക്ട് ഇൻ ദ സ്മൂത്ത് മസിൽസ് ലീഡിംഗ് ടു വാസോഡയൽറ്റേഷൻ. അങ്ങനെയാണ് BP കുറവ്. അതാണ് വാസോഡയലേറ്ററി അതിന്റെ എഫക്ട്. അപ്പൊ അത് സൈക്ലിക് AMP കാരണമാണ് ഈ രണ്ട് എഫക്റ്റും ഉണ്ടാകുന്നത്, മിൽറിനോണിന്റെ അയനോട്രോപിക് ആൻഡ് വാസോഡയൽട്ടറി എഫക്ട്. Milrinone is used to treat slow cardiac output as decompensated heart failure, severe congestive heart failure, severe low cardiac output ഉള്ള പേഷ്യൻസിനൊക്കെ മിൽറിനോൺ ആണ് ഡ്രഗ്. മിൽറിനോൺ നിങ്ങൾക്ക് പരിചിതമില്ലാത്ത ഡ്രഗ് ആയിരിക്കും. മെയിൻലി ഇതുവരെ പറഞ്ഞ ഡ്രഗുകളെ പോലെ ആയിരിക്കും നിങ്ങൾ അധികം ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല മിൽറിനോനെ കുറിച്ച്. മെയിൻലി കാർഡിയാക്കോട്ടീസിലും പീഡിയാട്രിക് കാർഡിയാക്കോട്ടീസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് മിൽറിനോൺ. അപ്പൊ മിൽറിനോൺ ഓർക്കേണ്ടത് ഇറ്റ്സ് എ അയനോട്രോപിക് ഏജന്റ് ആണ്, ഇറ്റ്സ് വിത്ത് വാസോഡയൽട്ടറി പ്രോപ്പർട്ടീസ്. അപ്പൊ എഫക്ട്സ് എന്താണ്? അയനോട്രോപിക് ആയതുകൊണ്ട് തന്നെ ഇറ്റ് കോസസ് ഹാർട്ട് റേറ്റ് സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ട്, കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടും. വാസോഡയൽട്ടറി എഫക്ട് ഉള്ളതുകൊണ്ട് SVR, സിസ്റ്റമിക് വാസ്കുലർ സിസ്റ്റം, പെരിഫറൽ വാസ്കുലർ സിസ്റ്റം കുറയ്ക്കും, പ്രീലോഡ് കുറയ്ക്കും. പിന്നെ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് അൺചേഞ്ച്ഡ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും യൂസ് ആയിട്ടുള്ള കാര്യം. അത് ഓക്സിജൻ ഡിമാൻഡ് അതിൽ എഫക്ട് ഉണ്ടാവില്ല. അഡ്വാൻറ്റേജസ് എന്താ? ഫേവറബിൾ എഫക്ട് ഓൺ മയോകാർഡിയൽ ഓക്സിജൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബാലൻസ്. അതാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കൂട്ടില്ല. അപ്പം അത് ഫേവറബിൾ ആണ് ഈ മയോകാർഡിയൽ ഓക്സിജൻ സപ്ലൈ ഡിമാൻഡിലൊക്കെ. പിന്നെ നമ്മൾ ഡോബുട്ടമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ടാക്കിഫൈലാക്സിസിന്റെ കാര്യം പറഞ്ഞത്. 72 മണിക്കൂറിന്റെ മുകളിൽ ഡോബുട്ടമിൻ ഉപയോഗിക്കാൻ പറ്റില്ല, അതിന്റെ റെസ്പോൺസ് കുറയും. അപ്പൊ അതൊന്നും ഇതിനില്ല, മിൽറിനോണില്ല. പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള ടാക്കിക്കാർഡിയ, അരിത്മിയാസ്, ഡോബുട്ടമിനിൽ ടാക്കിക്കാർഡിയും അരിത്മിയാസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇതിന് അതൊന്നുമില്ല. അതൊക്കെയാണ് ഇതിന്റെ പിന്നെ അഡ്വാൻറ്റേജസ്. യൂസസ് ലോ കാർഡിയ, ഞാൻ പറഞ്ഞല്ലോ, സിവിയർ ലോ കാർഡിയക് ഔട്ട്പുട്ട് ആയിട്ടുള്ള പേഷ്യൻസിന് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് മിൽറിനോൺ. ഇൻക്രീസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എൻഡ് ഡയസ്റ്റോളിക് പ്രഷർ, പൾമണറി ഹൈപ്പർടെൻഷനിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയറിൽ ഉപയോഗിക്കാം. അതുപോലെ യൂസ്ഡ് ആസ് എ ബ്രിഡ്ജ് ഇൻ കാർഡിയക് ട്രാൻസ്പ്ലാന്റേഷൻ ടു സപ്ലിമെന്റ് അതർ ഡ്രഗ്സിന്റെ കാർഡിയക് ട്രാൻസ്പ്ലാന്റേഷന് വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറയുന്ന പേഷ്യൻസ് വളരെ ലോ കാർഡിയക് ഔട്ട്പുട്ടുള്ള പേഷ്യൻസ് ഒക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ബ്രിഡ്ജിങ് ആയിട്ട് നമുക്ക് മിൽറിനോൺ ഉപയോഗിക്കാം. മിൽറിനോൺ ഇൻഫ്യൂഷൻ വെച്ചിട്ട് ആ പേഷ്യൻസ്. അപ്പൊ ഡോസ് എന്താ? 25 to 75 മൈക്രോഗ്രാം പെർ kg പെർ മിനിറ്റ് ആണ് അതിന്റെ ഇൻഫ്യൂഷൻ ഡോസ് ഓവർ 1 to 10 മിനിറ്റ്സിൽ. മെയിൻ്റെനൻസ് ഡോസ് 0.5 മൈക്രോഗ്രാം പെർ kg പെർ മിനിറ്റ്. അപ്പൊ അഡ്മിനിസ്റ്റർ ബിഫോർ ചേഞ്ചിങ് ദ പേഷ്യന്റ് ഫ്രം ഹോം. യൂഷ്വലി
ഡ്രഗ് നമ്മൾ കാർഡിയക് സർജറീസിൽ ഉപയോഗിക്കുന്ന പേഷ്യൻസ് നമ്മൾ കാർഡിയോ പൾമണറി ബൈപ്പാസിലാണ് ഈ മിൽഡ്രിനോൺ കൊടുക്കുക. കാരണം അതിന്റെ എഫക്ട്സ് വളരെ കൂടുതൽ. അപ്പൊ പമ്പിൽ കൊടുക്കാനാണ് അത് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുക. അപ്പൊ പമ്പ് കാർഡിയോ പൾമണറി ബൈപ്പാസ് പമ്പ് വരുന്നതിന് മുമ്പ് അതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഡോസ് 25 to 75 microgram per kg per minute over 1 to 10 minutes. Maintenance dose 0.5 microgram per kg per minute. പിന്നെ ഇതാണ് ലാസ്റ്റ് സ്ലൈഡ്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നട്ഷലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെപ്റ്റിക് ഷോക്ക്. സെപ്സിസ് വന്നിട്ട് വരുന്ന സെപ്റ്റിക് ഷോക്ക്. സെപ്റ്റിക് ഷോക്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? നോറഡ്രിനാലിൻ. നോറഡ്രിനാലിനാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ സെപ്റ്റിക് ഷോക്ക്. അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ നോറഡ്രിനാലിൻ ചെയ്ത് കൊടുത്തിട്ടും BP-യിലൊന്നും ഇമ്പ്രൂവ്മെന്റ് ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഫിനൈലെഫ്രിൻ ഉപയോഗിക്കാം. അതുപോലെ സെക്കൻഡ് ലൈൻ ഡ്രഗ് ആയിട്ട് വാസോപ്രസിനും ഉപയോഗിക്കാം. അപ്പൊ സെപ്റ്റിക് ഷോക്ക് ഓർക്കുമ്പോൾ ആദ്യം വരുന്നത് നോറഡ്രിനാലിൻ. ഹാർട്ട് ഫെയിലിയറിൽ എന്താ? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ ഡോപ്പമിൻ, ഡോബുട്ടമിൻ. അതേപോലെ തന്നെ കാർഡിയോജനിക് ഷോക്കിലും നമുക്ക് ഡോപ്പമിൻ, ഡോബുട്ടമിൻ, നോറഡ്രിനാലിനും കൊടുക്കാം. അനാഫൈലറ്റിക് ഷോക്ക് ഞാൻ പറഞ്ഞു വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. പേഷ്യന്റ് പിന്നെ ഡെത്ത് വരെ ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ ആണ്, വളരെ എമർജൻസിയാണ്. അപ്പോൾ അനാഫൈലറ്റിക് ഷോക്സിൽ അഡ്രിനാലിൻ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്. അഡ്രിനാലിൻ സെക്കൻഡ് ലൈൻ ഡ്രഗ് നമുക്ക് വാസോപ്രസിൻ ഉപയോഗിക്കാം. ന്യൂറോജനിക് ഷോക്ക് നേരത്തെ പറഞ്ഞു ഹൈപ്പർടെൻഷൻ പ്രഷർ കുറഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ബ്രെയിന് ഡാമേജ് ഉണ്ടാവും പ്രഷർ കുറയുമ്പോൾ. അപ്പൊ അതിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് അതിനാണ് ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയാം, സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ കുറയുന്നതിന്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫിനൈലെഫ്രിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ അനസ്തീഷ്യ ഇൻഡ്യൂസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ സ്പൈനൽ അനസ്തീഷ്യ കൊടുത്തിട്ട് പ്രഷർ കുറയുമ്പോൾ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് എഫിഡ്രിൻ ആണ് നമ്മൾ തിയേറ്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നത്. എഫിഡ്രിനും മെഫെൻഡർവിനൊക്കെ ഉപയോഗിക്കും. പക്ഷെ അത് ഉപയോഗിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ ഫിനൈലെഫ്രിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. അതേപോലെ തന്നെ ഫോളോയിങ് ബൈപ്പാസ് CABG സമയത്ത് പ്രഷേഴ്സ് കുറഞ്ഞാൽ അഡ്രിനാലിൻ ഉപയോഗിക്കാം, ഡ്രഗ് ഓഫ് ചോയ്സ്. അപ്പൊ ഇതാണ് നട്ഷലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മെയിൻലി സെപ്റ്റിക് ഷോക്കിൽ നോറഡ്രിനാലിൻ, ഹാർട്ട് ഫെയിലിയർ സെപ്റ്റിക് ഷോക്കിൽ നോറഡ്രിനാലിൻ, കാർഡിയോജനിക് ഷോക്കിൽ ഡോപ്പമിൻ, ഡോബുട്ടമിൻ, അനാഫൈലറ്റിക് ഷോക്കിൽ അഡ്രിനാലിൻ, ന്യൂറോജനിക് ഷോക്കിൽ ഫിനൈലെഫ്രിൻ, പിന്നെ നമ്മുടെ അനസ്തീഷ്യ ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷനിൽ ഫിനൈലെഫ്രിൻ, അതുപോലെ എഫിഡ്രിനും മെഫെൻഡർവിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.